ഗുഡ് ഈവനിങ് ഓൾ. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാനിറ്ററി എഞ്ചിനീയറിംഗിന്റെ പോർഷൻസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് വേസ്റ്റ് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റ് വാട്ടർ. വേസ്റ്റ് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് പറയുന്നത് കളറാണ്. കളർ എപ്പോഴും ചോദിക്കാറുള്ള കേട്ടോ. നമുക്ക് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റും ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള വേസ്റ്റും ഉണ്ട്. ഞാൻ എപ്പോഴോ പറഞ്ഞായിരുന്നു. അപ്പോൾ സെപ്റ്റിക് ഫ്രഷ് ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രഷ് സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യമേ തന്നെ റോ ആയിട്ട് കിട്ടുന്ന സീവേജ് വെച്ചാൽ ഒരുപാട് ഒന്നും നടക്കാതെ, ഡീകമ്പോസിഷൻ ഒന്നും നടക്കാതെ ഉള്ള സീവേജ് ആണ് ഫ്രഷ് സീവേജ്. അപ്പൊ ഫ്രഷ് സീവേജിന്റെ കളറ്, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കളറാണ്. അതിൽ ഈ ഫ്രഷ് സീവേജിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രേ കളർ ആയിരിക്കും. ഈ രണ്ട് കളറും പഠിച്ചു വെക്കണം കേട്ടോ. ഫ്രഷ് സീവേജിന്റെ കളറ് ഗ്രേ കളർ ആയിരിക്കും. എന്നാൽ സെപ്റ്റിക് സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 to 5 hours അല്ലെങ്കിൽ 6 to 8 hours കഴിയുമ്പോഴത്തേക്കും അവിടെ ചെറുതായിട്ട് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള സീവേജ് ആണ് സെപ്റ്റിക് സീവേജ് അല്ലെങ്കിൽ സ്റ്റെയിൽ എന്ന് പറയും. അതിന്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് കളർ ആയിരിക്കും. ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ വെച്ചാൽ ഗ്രേഡ് ഒക്കെ കുറച്ചും കൂടി ഡാർക്ക് ആവും, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളറാണ് സാധാരണ വരാറ് കേട്ടോ. ബ്ലാക്ക് കളറാണെന്ന് ഓർത്തിരിക്കാം. ഡാർക്ക് ഓർത്തില്ലെങ്കിലും ബ്ലാക്ക് കളറാണെന്ന് ഓർത്തിരിക്കാം. ഇപ്പൊ ഫ്രഷ് സീവേജ് ആണെങ്കിൽ കളർ എന്ന് പറയുന്നത് ഗ്രേ കളർ ആയിരിക്കും. ഇനി ഡീകമ്പോസിഷൻ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് സെപ്റ്റിക് സീവേജിന്റെ അല്ലെങ്കിൽ സ്റ്റെയിലിന്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് കളർ ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് കളറാന്ന് പറയാം. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്, ഗ്രേയും ഡാർക്കും. ഈ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓർഡർ. നമ്മള് വാട്ടറിന്റെ കേസിലാണെങ്കിലും ഫിസിക്കലും കെമിക്കൽ അനാലിസിസും ബയോളജിക്കൽ അനാലിസിസ് ഒക്കെ നടത്തിയില്ലേ, അതുപോലെ തന്നെ നമ്മൾ സീവേജിന്റെ കേസിലും പറയുന്നതാണ്. അനാലിസിസ് അല്ല, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സ്മെല്ല്. അതുകൊണ്ട് ഫ്രഷ് സീവേജിനും സെപ്റ്റിക് സീവേജിനും രണ്ട് സ്മെല്ലായിരിക്കും. ഫ്രഷ് സീവേജിന് ഒരു മസ്റ്റി ഓർഡർ ആണ്. ആ ഓർഡർ എന്ന് പറയുന്നതാണ് മസ്റ്റി. അതേസമയം സെപ്റ്റിക് സീവേജിന്റെ കേസിൽ ഓർഡർ എന്ന് പറയുന്നത് ഒഫെൻസീവ് ആണ്. ഒഫെൻസീവ്. മസ്റ്റി ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു സോപ്പ് അല്ലെങ്കിൽ ഓയിലി, ആ ഒരു ഓർഡർ ആണ് നമ്മുടെ ഫ്രഷ് സീവേജിന്. അതേസമയം സെപ്റ്റിക് സീവേജിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെൽ, ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കും സെപ്റ്റിക് സീവേജ് അല്ലെങ്കിൽ സ്റ്റെയിലിന്റെ കേസിൽ. ഇനി നെക്സ്റ്റ് വൺ ആണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും. കാരണം അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള കോൺഡ്യൂറ്റ്, നമ്മുടെ പൈപ്പിൽ കൂടെ ഒക്കെ ഫ്ലോ ചെയ്യുമ്പോൾ ഗ്രാജുവലി ടെമ്പറേച്ചർ റൈസ് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിന്റെ ബേസിസിലും ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സാധാരണ വാട്ടർ സപ്ലൈ ചെയ്യുന്ന വാട്ടറിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും സീവേജിന്റെ കേസിൽ. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആവറേജ് ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് പറയുന്നത്. സീവേജിന്റെ ആവറേജ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഫസ്റ്റ് വൺ കളറ്. ഫ്രഷ് സീവേജിന്റെ ആണെങ്കിൽ ഗ്രേ കളറ്, സെപ്റ്റിക് സീവേജിന്റെ ആണെങ്കിൽ ബ്ലാക്ക് കളർ. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ആണ്. ഫ്രഷ് സീവേജിന്റെ ആണെങ്കിൽ മസ്റ്റി അല്ലെങ്കിൽ സോപ്പി ഓർഡർ എന്നൊക്കെ പറയാം, സോപ്പി ഓർ ഓയിലി ഓർഡർ. സെപ്റ്റിക് സീവേജിന്റെ കേസിൽ ഒഫെൻസീവ് ആണ് ഓർഡർ. ഇനി തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിന്റെ കേസിലുള്ളതിനേക്കാളും ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതിപ്പോ പൈപ്പിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കുറച്ചും കൂടി കൂടും. അതിന്റെ ആവറേജ് ടെമ്പറേച്ചർ അറൌണ്ട് 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്തത്, ഈ ടെമ്പറേച്ചറിന്റെ ഇൻക്രീസ് കൊണ്ട് കുറച്ച് വേരിയേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഏതായാലും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. കാരണം ആ ക്ലോസ്ഡ് ആയിട്ടുള്ള
ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറച്ച് ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ടെമ്പറേച്ചർ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വിസ്കോസിറ്റിനെ അഫക്ട് ചെയ്യും. അതുപോലെ ബാക്ടീരിയൽ ആക്ടിവിറ്റി, ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അഫക്ട് ചെയ്യണമെന്ന്. ബാക്ടീരിയൽ ആക്ടിവിറ്റി, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഒക്കെ കൂടും. അതുപോലെ തന്നെ സോലുബിലിറ്റി ഓഫ് ഗ്യാസസ്, സാധാരണ രീതി കുറയുകയാണ് ചെയ്യുന്നത്. ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്യുന്ന ബാക്ടീരിയൽ ആക്ഷൻ ഒക്കെ മൂലം ഇവോൾവ് ചെയ്യുന്ന ഗ്യാസസിന്റെ സോലുബിലിറ്റി കുറയും, ഗ്യാസസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അക്വാട്ടിക് ലൈഫിനെ ഈ ടെമ്പറേച്ചർ അഫക്ട് ചെയ്യും. നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സ്ട്രീമിലേക്കൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ, ആ ഒരു കേസിലൊക്കെ ഒരുപാട് ടെമ്പറേച്ചർ ആയിട്ടുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിൽ നമ്മുടെ അക്വാട്ടിക് ലൈഫിനൊന്നും സർവേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ടെമ്പറേച്ചർ ഈ ഒരു ഫാക്ടേഴ്സിനൊക്കെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യും. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കണേ, അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്നൊന്ന് ചിന്തിച്ചേ കിട്ടാവുന്നേ ഉള്ളൂ, കാരണം ചോദിക്കാറുണ്ട്. നമ്മുടെ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു, ടെമ്പറേച്ചർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടർബിഡിറ്റി. ഇതൊക്കെ എന്താന്നൊക്കെ, ടർബിഡിറ്റിക്ക് എന്താ നമ്മൾ പഠിച്ചതല്ലേ, വാട്ടർ സപ്ലൈയുടെ കേസ് പഠിച്ചതല്ലേ. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെഷർ ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ പാസേജ് ഓഫ് ലൈറ്റ്. വാട്ടറിക്കിടെ ലൈറ്റ് പാസ് ചെയ്യുന്നതിനുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു ടർബിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ടർബിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് സോളിഡ് മാറ്റേഴ്സ് പ്രസന്റ് ഇൻ സസ്പെൻഷൻ സ്റ്റേറ്റ്. സോളിഡ് മാറ്റേഴ്സിന്റെ പ്രസൻസിനെയാണ് ടർബിഡിറ്റി മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അതൊക്കെ നിങ്ങൾ വാട്ടർ സപ്ലൈ പഠിച്ചു തന്നെ മതി കേട്ടോ. ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ക്വാളിറ്റി ഓഫ് വേസ്റ്റ് ഡിസ്ചാർജസ് വിത്ത് റെസ്പെക്ട് ടു കൊളോയിഡൽ മാറ്റർ. കൊളോയിഡൽ മാറ്ററിനെ റെഫർ ചെയ്ത് നമ്മുടെ വേസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത വേസ്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല. പിന്നെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമ്മുടെ സോളിഡ് മാറ്റേഴ്സിന്റെ അല്ലെങ്കിൽ സസ്പെൻഡഡ് മാറ്റേഴ്സിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ടർബിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അറിയാലോ, മോർ കോൺസെൻട്രേഷൻ ടർബിഡിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതുകൾ ലൈറ്റ് പാസ് ചെയ്യാനുള്ള ആ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടില്ലേ, ടർബിഡിറ്റി ഇൻക്രീസ് ചെയ്യും. മോർ കോൺസെൻട്രേഷൻ ദ ടർബിഡിറ്റി വിൽ ഇൻക്രീസ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ടർബിഡിറ്റി റോഡും ജാക്സൺസ് ടർബിഡി മീറ്ററും ഒക്കെ യൂസ് ചെയ്താണ് ടർബിഡിറ്റി മെഷർ ചെയ്യുന്നത്. നമ്മള് ഏകദേശം അവിടെ പഠിച്ച കാര്യങ്ങൾ ഈ ഒരു കേസിൽ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സെയിം ആയിരിക്കും. പിന്നെ റേഞ്ചും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, കുറച്ചൊക്കെയാണ് വ്യത്യാസം വരുള്ളൂ. ടർബിഡിറ്റി റോഡ് അല്ലെങ്കിൽ ജാക്സൺസ് ടർബിഡി മീറ്റർ ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി. കൂടുതൽ പറയണ്ടല്ലോ. ഇനി അടുത്തത് ടോട്ടൽ സോളിഡ്സ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടോട്ടൽ സോളിഡ്സ്. ടോട്ടൽ സോളിഡ്സിന്റെ കേസിൽ നമ്മുടെ സീവേജില് ഒരു 99% ലിക്വിഡ് തന്നെയാണ്. അതിനകത്തൊരു 0.1% ആണ് നമുക്ക് സോളിഡ്സ് ആയിട്ട് അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. 0.1% ആണ് സോളിഡ്സ് ആയിട്ട് അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. 0.1 ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെയും സോളിഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോംസ് 3 ഫോംസ് ആണ് മെയിൻ ആയിട്ട്. ഏതൊക്കെയായിരുന്നു നമ്മുടെ സോളിഡ്സ് അവൈലബിൾ ആയിട്ടുള്ള ഫോം? സോളിഡ്സ് സാധാരണ 3 രീതിയിലായിരുന്നു കാണാറ്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് 3 രീതിയിലാണ് പ്രസന്റ് ചെയ്യാറ്. ഏതൊക്കെയായിരുന്നു? സസ്പെൻഡഡ്, കൊളോയിഡൽ, ഡിസോൾവ്ഡ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ് തന്നെയാണ് ഇവിടെയും സോളിഡ്സ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ 3 ഫോംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതില് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുന്നത് സെറ്റിലബിൾ ആയിട്ടും നോൺ സെറ്റിലബിൾ ആയിട്ടും അത് കാണപ്പെടും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോളിഡ്സ് ഫോം ചെയ്യുന്നത് സസ്പെൻഡഡ് ആയിട്ടാണ്. സസ്പെൻഡഡ് സോളിഡ്സ് അത് തന്നെ നമുക്ക് സെറ്റിലബിളും ഉണ്ട്
നോൺ സെറ്റിലബിൾ ഉണ്ട്. സെറ്റിലബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടത്തിൽ സെറ്റിൽ ചെയ്യുന്നത്, ചിലത് ഇങ്ങനെ സസ്പെൻഡ് ആയിട്ട് തന്നെ നിൽക്കും, സസ്പെൻഷനിൽ തന്നെ നിൽക്കും, സെറ്റിൽ ചെയ്യാതെ സസ്പെൻഷൻ തന്നെ നിൽക്കും. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായതുകൊണ്ടായിരിക്കും അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് ഡിസോൾഡ് സോളിഡ്സ്, അത് നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചതാ, ഡിസോൾഡ് സോളിഡ്സ്. തേർഡ് വൺ എന്ന് പറയുന്നത് കൊളോയിഡിൽ. കൊളോയിഡിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള സോളിഡ് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യുന്നതിനെയാണ് കൊളോയിഡൽ സോളിഡ്സ് എന്ന് പറയുന്നത്. മൂന്ന് ടൈപ്പ് ആയിട്ട് തന്നെയാണ് ഇവിടെയും സോളിഡ്സ് പ്രസന്റ് ചെയ്യുന്നത്. സസ്പെൻഡ്, സെറ്റിലബിൾ ഉണ്ട്, നോൺ സെറ്റിലബിൾ എന്ന് ഓർക്കുക. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു കേട്ടോ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കളർ ആയിരുന്നു. അതിന്റെ ഫ്രഷ് സീവേജിന്റെ കേസിലെ കളർ എന്ന് പറയുന്നത് ഗ്രേ ആയിരിക്കും. സെപ്റ്റിക് സീവേജ് അല്ലെങ്കിൽ സ്റ്റെയിലിന്റെ കേസിൽ അത് ബ്ലാക്ക് കളർ ആയിരിക്കും, അല്ലെങ്കിൽ ഡാർക്ക് കളർ ആയിരിക്കും. ഓർഡർ ഫ്രഷ് ആണെങ്കിൽ മസ്റ്റി ഓർഡറും, സെപ്റ്റിക് സീവേജിന്റെ കേസിൽ ഒഫൻസീവ് ഓർഡറും ആയിരിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ആവറേജ് ടെമ്പറേച്ചർ അറൌണ്ട് 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ വാട്ടർ സപ്ലൈനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പിന്നെ ടെമ്പറേച്ചർ കുറച്ച് ഫാക്ടേഴ്സിനൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഗ്യാസിന്റെ സോലിബിലിറ്റി, വിസ്കോസിറ്റി, അതുപോലെ തന്നെ എന്തായിരുന്നു ബാക്ടീരിയൽ ആക്ടിവിറ്റി, അക്വാട്ടിക് ലൈഫിനെ ഒക്കെ അത് അഫക്ട് ചെയ്യും. പിന്നെ ടർബിഡിറ്റി ആണ് പറഞ്ഞിരുന്നത്, ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്താണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. മെഷർ ചെയ്യുന്നത് ജാക്സൺസ് ടർബിഡിമീറ്ററും ടർബിഡിറ്റി റോഡൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്താണ് മെഷർ ചെയ്യുന്നത്. പിന്നെ സോളിഡ് മാറ്റേഴ്സിന്റെ ക്വാണ്ടിറ്റി ആണ്, സസ്പെൻഷനിൽ നിൽക്കുന്ന സോളിഡ് മാറ്റേഴ്സിന്റെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ടർബിഡിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ടോട്ടൽ സോളിഡ്സ് പറഞ്ഞു, 3 തരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സസ്പെൻഡ്, സെറ്റിലബിൾ ഉണ്ട്, നോൺ സെറ്റിലബിൾ ഉണ്ട്. ഡിസോൾഡ് സോളിഡ്സ്, ഡിസോൾവ് ചെയ്ത് കാണുന്നത്. കൊളോയിഡൽ സോളിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സസ്പെൻഷനിൽ കാണുന്നതാണ് കൊളോയിഡ് സോളിഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു. ഇനി അടുത്താണ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് pH ആണ്. pH എന്ന് പറയുമ്പോൾ ഫ്രഷ് സീവേജിന്റെ വേണം, സെപ്റ്റിക്കിന്റെ വേണം. ഫ്രഷ് സീവേജിന്റെ pH എന്തായിരിക്കും? ഫ്രഷ് സീവേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാക്ടീരിയൽ ആക്ടിവിറ്റി ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അവിടുത്തെ സീവേജ് എന്ന് പറയുന്നത് ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. ആൽക്കലൈൻ, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ സെപ്റ്റിക്കിന്റെ കേസിൽ അസിഡിക് ആയിരിക്കും. അതെന്തുകൊണ്ട് അസിഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഒക്കെ, ഓർഗാനിക് മാറ്ററിന്റെ ഡീകമ്പോസിഷൻ നടന്നു കഴിയുമ്പോൾ ആസിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, കുറച്ച് ആസിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അസിഡിക് ആയത്. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഫ്രഷ് സീവേജ് ഒന്നും അവിടെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടില്ല, അപ്പൊ ആൽക്കലൈൻ ആണ്. സെപ്റ്റിക് എന്ന് പറയുമ്പോട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ഡീകമ്പോസിഷൻ ഒക്കെ നടന്ന സീവേജിനാണ് സെപ്റ്റിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് പഴക്കം ചെല്ലുന്നത് എപ്പോഴാ? ഈ ആക്ടിവിറ്റി നടന്നു കഴിയുമ്പോഴാണ് അത് സെപ്റ്റിക് ആവുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്ത് അവിടുത്തെ ആസിഡ് ഗ്യാസസ് ഒക്കെ എന്താ ഇവോൾവ് ചെയ്ത് അവിടുത്തെ നേച്ചർ എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും. ഇത് ചോദിക്കാറുണ്ട്. ഫ്രഷ്, ആൽക്കലൈനും സെപ്റ്റിക് എന്ന് പറയുന്നത് അസിഡിക് നേച്ചറും. അടുത്താണ് ക്ലോറൈഡ് കണ്ടന്റ്. ക്ലോറൈഡ് കണ്ടന്റ് എങ്ങനെ പ്രസന്റ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റിൽ ക്ലോറൈഡിന്റെ കണ്ടന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റിലും ഹ്യൂമൻ ഫീസസിലും യൂറിനറി ഡിസ്ചാർജിലും ഒക്കെ ക്ലോറൈഡിന്റെ കണ്ടന്റ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ വേസ്റ്റില് ക്ലോറൈഡിന്റെ കണ്ടന്റ് പ്രസന്റ് ആവുന്നത്. അതുപോലെ നമ്മൾ ഇൻഫിൽട്രേഷന്റെ കാര്യം പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? നമ്മുടെ സീവറിലേക്ക് സബ്സോയിൽ വാട്ടർ എൻറ്റർ ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു. അങ്ങനെ എൻറ്റർ ചെയ്യുമ്പോഴും ക്ലോറൈഡിന്റെ കണ്ടന്റ് നമ്മുടെ സീവേജിലേക്ക് എൻറ്റർ ആവുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത് കിച്ചൺ വേസ്റ്റ്, കിച്ചണിൽ നിന്ന് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിൽ നിന്ന് വരുന്ന വേസ്റ്റ് അല്ല, ഡൊമസ്റ്റിക് പർപ്പസിൽ നിന്ന് വരുന്ന വേസ്റ്റ് എല്ലാം, ഇൻഡസ്ട്രീസ് നിന്ന് വരുന്ന വേസ്റ്റ്. അതുപോലെ തന്നെ ക്ലോറൈഡ് ഇൻഫിൽട്രേഷന് ഒരു
സോഴ്സ് ആണ്. ക്ലോറൈഡ് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആണ് ഇൻഫിൽട്രേഷൻ. പിന്നെ ക്ലോറൈഡ് കണ്ടന്റ് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെയായിരുന്നു? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ പൊട്ടാസ്യം ക്രോമേറ്റ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ടൈട്രേഷൻ നടത്തുമ്പോഴാണ് ഈ ക്ലോറൈഡിന്റെ ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ക്ലോറൈഡ് കണ്ടന്റ് മെഷർ ചെയ്യുന്നത് ടൈട്രേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ യൂസിങ് പൊട്ടാസ്യം ക്രോമേറ്റ് ആസ് ഇൻഡിക്കേറ്റർ. ആ കേസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം കേട്ടോ. ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിക്കാൻ പാടില്ല എന്നില്ല. അപ്പൊ ഏതൊക്കെയാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ടൈട്രേഷൻ ചെയ്യുന്നത് പൊട്ടാസ്യം ക്രോമേറ്റ് ഇൻഡിക്കേറ്റർ വെച്ച്. അപ്പോഴാണ് നമുക്ക് ക്ലോറൈഡിന്റെ കണ്ടന്റ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇനി മൂന്നാമത്തെയാണ് നൈട്രജൻ കണ്ടന്റ്. നൈട്രജന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ, സീവേജിൽ നൈട്രജന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ എക്സസ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ പ്രസൻസ് ഓഫ് നൈട്രജൻ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. ഇങ്ങനെ ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് കാട്ടുന്ന ഒരു കൊയാഗുലന്റിന്റെ കാര്യം, ഒരു ഡിസിൻഫെക്റ്റന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഓർക്കുണ്ടോ? ഒരു ഡിസിൻഫെക്റ്റന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കളർ ഡിസപ്പിയർ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഓർക്കുണ്ടോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അത് ചോദിക്കാറില്ല കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രസൻസ് യൂസ് ചെയ്യണത് ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് അറിയാനാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ കളറ് ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ കളറ് ഡിസപ്പിയർ ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ അത് തന്നെ നൈട്രജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഇനി നൈട്രജൻ സാധാരണ 5 ഫോമിലാണ് കാണുന്നത്. അമോണിയ നൈട്രജൻ അല്ലെങ്കിൽ ഫ്രീ നൈട്രജൻ എന്ന് പറഞ്ഞത് ഫ്രീ നൈട്രജൻ ആയിട്ട് കാണും. പിന്നെ ഓർഗാനിക് നൈട്രജൻ, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ആൽബുമിനോയിഡ് നൈട്രജൻ, നൈട്രൈറ്റ്സ് നൈട്രജനും ആയിട്ട് നമ്മുടെ സാധാരണ നൈട്രജന്റെ ഫോംസ് ഒക്കെ ഈ ഒരു ഫോംസിലൊക്കെ നമുക്ക് സീവേജില് നൈട്രജൻ പ്രസന്റ് ചെയ്യാം. നൈട്രജന്റെ അത്ര ഈ ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് ഉണ്ടാവും ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്താണ് ഫാറ്റ്സ്, ഗ്രീസ്, ഓയിൽസ്. ഫാറ്റ്സ്, ഗ്രീസ്, ഓയിൽസ്. അത് ഫാറ്റ്സും ഓയിൽസും സാധാരണ നമ്മുടെ കിച്ചൺ വേസ്റ്റ് നിന്നാണ് വരുന്നത്. കിച്ചൺ വേസ്റ്റ് നിന്നാണ് നമുക്ക് സീവേജിൽ പ്രസന്റ് ആവുന്നത്. അതേസമയം ഗ്രീസ്, ഓയിൽ 2 കേസിലുണ്ട്. ഗ്രീസ്, ഓയിലൊക്കെ എവിടെ നിന്നായിരിക്കും? ഇൻഡസ്ട്രീസ് എന്നൊക്കെ ആയിരിക്കും. പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് നിന്നായിരിക്കും, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നൊക്കെ ആയിരിക്കും ഈ ഗ്രീസ്, ഓയിലൊക്കെ നമ്മുടെ സീവേജിൽ വരുന്നത്. അതിന്റെ സോഴ്സ് മാത്രം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതൊരു കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ചിലപ്പോ 4 തന്നിട്ട് ഇതിനകത്ത് ഏതാണ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കാണും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഫാറ്റ്, ഗ്രീസ്, ഓയിൽ എന്നൊക്കെ പറയുന്നത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ഇനി അടുത്താണ് സർഫക്റ്റൻസ്. സർഫക്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിറ്റർജൻസ്. അതിപ്പോ കൂടുതലും വരുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസിൽ നിന്ന് തന്നെയായിരിക്കും, വാഷിംഗ് പർപ്പസിൽ നിന്നായിരിക്കും ഡിറ്റർജൻസ് നമ്മുടെ സീവേജിൽ ഉൾക്കൊള്ളുന്നത്. അതിൽ തന്നെ ഈ സർഫക്റ്റൻസ് ഒരുപാട് അധികമായിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വാട്ടറിന്റെ എയറേഷനെ ഹിൻഡർ ചെയ്യും. വേസ്റ്റ് വാട്ടറിന്റെ എയറേഷനെ ഹിൻഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സർഫക്റ്റൻസിന്റെ പ്രസൻസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ, ബാക്കി ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. എയറേഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ ഇസ് ഹിൻഡേർഡ് ബൈ ദ പ്രസൻസ് ഓഫ് സർഫക്റ്റൻസ്. പിന്നെ ABS എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫക്റ്റൻസിൽ
നേരത്തെ ഒരുപാടായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോമ്പൗണ്ട് ആണ് ABS എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആൽക്കൈൽ ബെൻസൈൻ സൾഫണേറ്റ്. ആൽക്കൈൽ ബെൻസീൻ സൾഫണേറ്റ്. ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ട്രബിൾസം ആണ്. ഈ ഒരു സർഫക്റ്റൻസിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് കുറേം കൂടി ട്രബിൾസം ആവും ഈ ഒരു ABS എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ. കാരണം അത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഒരിക്കലും അത് ബയോഡിഗ്രേഡബിൾ അല്ല, നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അതുകൊണ്ടാണ് അതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും ABS. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഡിറ്റർജൻസിലൊന്നും ഈ ഒരു കോമ്പൗണ്ട് പ്രസന്റ് ചെയ്യാറില്ല. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് LBS ആണ് ഇപ്പൊ കൊടുക്കുന്നത്. LBS എന്ന് പറഞ്ഞാൽ ലീനിയർ ആൽക്കൈൽ സൾഫണേറ്റ്. ലീനിയർ ആൽക്കൈൽ സൾഫണേറ്റ്. മനസ്സിലായല്ലോ? സർഫക്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റർജൻസ് തന്നെ. അതിന്റെ പ്രസൻസ് അതില് ABS എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ എയറേഷൻ അതുപോലുള്ള പ്രോസസ്സിനൊക്കെ ഹിൻഡർ ചെയ്യും. അല്ലെങ്കിൽ സർഫക്റ്റൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു എയറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ ഹിൻഡർ ചെയ്യും. ശരിക്കുള്ള ഡീകമ്പോസിഷൻ ഒക്കെ നടക്കാൻ ഇത്തിരി ലാഗിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ABS എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അതിന് ഇപ്പോ നമ്മൾ റീപ്ലേസ് ചെയ്തേക്കുന്നതാണ് LBS. ഇതെന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ആണ്. സർഫക്റ്റൻസിന്റെ കേസിൽ അത്രേ ഉള്ളൂ. പിന്നെ സർഫക്റ്റൻസിന്റെ കളർ ചേഞ്ച് അനുസരിച്ചാണ് നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടും ഇതിന്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാറ്. അത് യൂസ് ചെയ്യണത് മെത്തിലിൻ ബ്ലൂ ഡൈയുടെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ് ഇതിന്റെ കളർ ചേഞ്ച് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. മെത്തിലിൻ ബ്ലൂ ഡൈ. ഈ സർഫക്റ്റൻസിന്റെ കളർ ചേഞ്ച് അനുസരിച്ചാണ് അതിന്റെ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാവുന്നത്, അതിന്റെ ക്വാണ്ടിറ്റി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതിന് മെത്തിലിൻ ബ്ലൂ ഡൈ ആണ് യൂസ് ചെയ്യണത് ആ കളർ ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫിനോൾസ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിക്കൽസ്. Phenol, pesticides, agricultural chemicals. അതിനകത്ത് ഫിനോളിന്റെ കോൺസെൻട്രേഷൻ അപ് ടു 500 mg/L ആണ് സാധാരണ പെർമിസിബിൾ ആയിട്ടുള്ളൂ. അതാണ് ബയോളജിക്കലി ഓക്സിഡൈസ്ഡ് ആവുള്ളൂ. അതുകൊണ്ട് ഫിനോളിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഒരു 500 mg/L അതാണ് ലിമിറ്റ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ മെഷർ ചെയ്യണത് ഈ മൂന്നിന്റെ കമ്പൈൻഡ് ഫോം നമ്മൾ മെഷർ ചെയ്യണത് കാർബൺ ക്ലോറോഫോം എക്സ്ട്രാക്ട് മെത്തേഡ് യൂസ് ചെയ്താണ്. കാർബൺ ക്ലോറോഫോം എക്സ്ട്രാക്ട് മെത്തേഡ്. ഈ സർഫക്റ്റൻസിന്റെ കേസിൽ പറഞ്ഞപ്പോഴും ഈ ഒരു കേസിൽ പറഞ്ഞപ്പോഴും കുറച്ച് പേരൊക്കെ പറഞ്ഞില്ലേ, ABS, LBS, കാർബൺ ക്ലോറോഫോം എക്സ്ട്രാക്ട് മെത്തേഡ്, അതൊക്കെ ന്യൂ ടേം ആണെന്നുള്ളൂ. ഇതുവരെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പൊ കെമിക്കൽസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതാ പഠിക്കേണ്ടത് ഞാൻ പറയാം. പിന്നെ ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവും, അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടോക്സിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലെഡ്, സിൽവർ, ക്രോമിയം, കോപ്പർ അതൊക്കെയാണ് ടോക്സിക് കോമ്പൗണ്ട്സ് ആയിട്ട് വരുന്നത്. കുറെ കൂടെ ഉണ്ട് കേട്ടോ. അത് ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമുക്ക് അറിയാൻ പറ്റില്ല. ലെഡ്, സിൽവർ, കോപ്പർ, മെർക്കുറി അങ്ങനത്തെ കേസൊക്കെയാണ്. ആഴ്സനിക് അതൊക്കെ ടോക്സിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ വരും. അടുത്താണ് സൾഫേറ്റ്സ് ആൻഡ് സൾഫൈഡ്സ്. സൾഫേറ്റ്സും സൾഫൈഡ്സും ഇത് നമ്മുടെ വേസ്റ്റിലുള്ള സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിലെ അതിന്റെ ഒക്കെ ഡീകമ്പോസിഷൻ വഴിയാണ് ഈ ഒരു കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. സൾഫൈഡ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ ഈ കേസിൽ വരുന്ന കേട്ടോ. ഇതൊക്കെ ഫോം ചെയ്യുന്നത് അങ്ങനെ സൾഫർ കോമ്പൗണ്ട്സിന്റെ ഡീകമ്പോസിഷൻ മൂലമാണ് ഇത് നമുക്ക് നമ്മുടെ വേസ്റ്റിൽ കിട്ടുന്നത്. അതുപോലെ ഇപ്പൊ ഹൈഡ്രജൻ സൾഫൈഡും
അതുപോലെ ഇനി പറയുന്ന മീതേനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഇനി പറയുന്നുണ്ട് അതർ ഗ്യാസസിന്റെ കൂടെ. ഈ ഹൈഡ്രജൻ സൾഫൈഡും മീതേനും കാർബൺ ഡൈ ഓക്സൈഡും ഇങ്ങനെ ഒന്നിച്ച് പ്രസന്റ് ആകുമ്പോൾ നമ്മുടെ സീവർ മെറ്റീരിയലിന് കൊറോഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മൂന്നിന്റെയും പ്രസൻസ് കൊറോസീവ് ആണ്. എങ്കിൽ സാധാരണ മീതേൻ കാണാറില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൊറോസീവ് നേച്ചർ ഉള്ളത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കൊറോസീവ് നേച്ചർ ഉള്ളത് ഏതാണെന്നും ചോദിക്കാറുണ്ട്. പിന്നെ അസിഡിക് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. രണ്ടും ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആട്ടോ. അപ്പോ സൾഫേറ്റ്സ് അല്ലെങ്കിൽ സൾഫൈഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൾഫർ കോമ്പൗണ്ട്സിന്റെ ഡീകമ്പോസിഷൻ മൂലം ഫോം ചെയ്യുന്നതാണ്. അപ്പൊ അതില് ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൊറോസീവ് നമ്മുടെ ഈ ഗ്യാസസ് ഒക്കെ നമ്മുടെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ അനേറോബിക് ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ഇവോൾവ് ചെയ്യുന്ന മീതേനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ പറയും. അപ്പൊ ഈ ഹൈഡ്രജൻ സൾഫൈഡും മീതേനും കാർബൺ ഡൈ ഓക്സൈഡും അത് ഒന്നിച്ച് പ്രസന്റ് ആകുമ്പോൾ കൊറോഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് രണ്ടുമാണ് സാധാരണ തരാറ്. മീതേൻ ഇതിന്റെ കൂടെ തന്നു കണ്ടിട്ടില്ല. മീതേനെ ഇതിനകത്ത് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിട്ടാണ് മീതേനെ നമ്മൾ കണക്കാക്കുന്നത്. സാധാരണ കൊറോഷന് കാരണമായിട്ട് ചോദിക്കുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡൈ ഓക്സൈഡും സാധാരണ ചോദിക്കാറ്. അല്ലെങ്കിൽ അസിഡിറ്റി കോസ് ചെയ്യണത്, നമ്മുടെ സീവേജിലെ അസിഡിറ്റി കോസ് ചെയ്യണതും ഇവർ തന്നെയാണ്, ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇതൊക്കെ അനേറോബിക് ഡീകമ്പോസിഷനുമായിട്ട് റിലേറ്റഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അടുത്താണ് അതർ ഗ്യാസസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്താണ് അതർ ഗ്യാസസ്. ഈ സൾഫൈഡ്സ് കൂടാതെ വേറെയും കുറെ ഗ്യാസസ് ഫോം ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ മൂന്നും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ മൂന്ന് ഗ്യാസസിനെ. അങ്ങനെയാണ് നമ്മുടെ സീവേജിൽ ഇത് പ്രസന്റ് ആവുന്നത്. ഇതിപ്പോ നമ്മുടെ സീവേജിൽ മാത്രമല്ല, നമ്മുടെ ഫ്രഷ് അല്ല, നമ്മളിപ്പോ വാട്ടർ സപ്ലൈ പ്രോസസ്സിന് കൊണ്ടുവരുന്ന വാട്ടറില്ലേ, റോ വാട്ടർ സപ്ലൈയിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരുന്ന റോ വാട്ടറിലും ഈ മൂന്ന് കോമ്പൗണ്ട്സും ഉണ്ടാവും. കാരണം അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുള്ള ഗ്യാസസ് ആയതുകൊണ്ട്. അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ആണ് ഈ മൂന്നെണ്ണം. പിന്നെ അതർ ഗ്യാസസ് ആയിട്ട് പറയുന്നത് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, പിന്നെ മീതേൻ. ഈ മൂന്ന് ഗ്യാസസ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, മീതേൻ, ഇത് മൂന്നും നമുക്ക് ഓർഗാനിക് മാറ്ററിന്റെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് ആണ്. ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് ഈ മൂന്ന് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അനേറോബിക് ഡീകമ്പോസിഷന് ഫോം ചെയ്യുന്നതാണ് ഈ ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയും അതുപോലെ തന്നെ മീതേനും ഒക്കെ. അതിന്റെ അകത്ത് എപ്പോഴും ചോദിക്കാറുള്ളത് മീതേൻ ആണ്. മീതേൻ എന്ന് പറയുന്നത് അതിനകത്ത് മീതേൻ എന്ന് പറയുന്നതാണ് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് എന്ന് പറയുന്നത്. ഗ്യാസ് എന്ന് പറയുന്നത് മീതേൻ ആണ്. ഹൈലി ടോക്സിക് ആണ്. അല്ലെങ്കിൽ അനേറോബിക് ഡീകമ്പോസിഷൻ നടന്നു കഴിയുമ്പോൾ ഇവോൾവ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻസിൽ സാധാരണ മീതേൻ ആണ് ഉണ്ടാവാറ്. പിന്നെ മീതേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി കമ്പസ്റ്റബിൾ ആണ്. അപ്പൊ സീവറിക്കിടെ ഒക്കെ അതിന്റെ ഒരുപാട് കോൺസെൻട്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് മീതേൻ ഗ്യാസ് എമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീവറിനൊക്കെ ബ്രേക്കിങ്ങിനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു എക്സ്പ്ലോഷൻ ഒഴിവാക്കാൻ വേണ്ടി നന്നായിട്ട് വെന്റിലേഷൻ, എയർ സപ്ലൈ ചെയ്ത് നന്നായിട്ട് വെന്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യും. മീതേൻ എന്നുള്ളത് ഹൈലി ടോക്സിക് ആണ്, ഹൈലി കമ്പസ്റ്റബിൾ ആണ്, പക്ഷെ അതിന് ഒരു മണവും ഇല്ല, നിറവും ഇല്ല. ഓർഡർലെസ് ആൻഡ് കളർലെസ് ആണ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. കൂടെ തന്നേക്കളില് കളറും ഇല്ല ഓർഡറും ഇല്ലാത്ത ഗ്യാസ് ഏതാണ്? മീതേന് ഓർഡറും ഇല്ല കളറും ഇല്ല, പക്ഷെ ഹൈലി കമ്പസ്റ്റബിൾ ആണ്, ഹൈലി ടോക്സിക് ആണ്. ഇത് സീവറിന്റെ ബ്രേക്കിങ്ങിനൊക്കെ കാരണക്കാരനാവാറുണ്ട് ഈ മീതേൻ എന്ന് പറഞ്ഞ ഗ്യാസ്. അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പ്ലോഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എയറേഷൻ അല്ലെങ്കിൽ വെന്റിലേഷൻ നന്നായിട്ട് നടത്തുന്നത്. നമ്മൾ സീവറിൽ വെന്റിലേഷൻ നടത്തുന്നൊക്കെ പറഞ്ഞുല്ലോ. വെന്റിലേഷൻ നടത്തുന്നത് ഈ മീതേൻ മൂലമുള്ള ആ കമ്പഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പ്രിൻസിപ്പൽ ബൈ പ്രോഡക്റ്റ് ഓഫ് അനേറോബിക് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ വേസ്റ്റ് വാട്ടർ. അതാണ് മീതേൻ. അത് സാധാരണ അങ്ങനെയാണ് ചോദിക്കാറ്.
അപ്പൊ അതർ ഗ്യാസസിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് 3 ഇത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നേരിട്ട് പ്രസന്റ് ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ഓർഗാനിക് മാറ്ററിന്റെ ഡീകമ്പോസിഷൻ നടന്നു കഴിയുമ്പോൾ ഫോം ചെയ്യുന്ന ഗ്യാസസ് ആണ്. ഇനി ഈ ഓക്സിജൻ എന്ന് പറയുന്നത് 3 ഫോമിലാണ് സാധാരണ പ്രസന്റ് ചെയ്യുന്നത്. ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഡിസോൾഡ് ഓക്സിജൻ. ഇപ്പൊ 3 ഫോമിലാണ് മെയിൻ ആയിട്ട് ഓക്സിജൻ പ്രസന്റ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഓക്സിജൻ കൺസ്യൂംഡ്. ഫസ്റ്റ് ഫോമാണ് ഓക്സിജൻ കൺസ്യൂംഡ്. നമ്മുടെ ഓർഗാനിക് മാറ്റർ, നമ്മുടെ വേസ്റ്റിലുള്ള സീവേജിലുള്ള 2 തരത്തിലുള്ള മാറ്റർ ആണ് മെയിൻ ആയിട്ടുള്ളത്. നൈട്രോജിനസും ഉണ്ട്, കാർബണേഷ്യസ് ആയിട്ടുള്ള മാറ്റർ ഉണ്ട്. നമ്മുടെ ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് മെയിൻലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ കോമ്പൗണ്ട്സ്. അതാണ് നൈട്രജേനിയഷ്യസ് എന്ന് പറയുന്നത്. നൈട്രജേനിയസും ഉണ്ടാവും, കാർബണേഷ്യസും ഉണ്ടാവും. ഇതിന്റെ രണ്ടിന്റെയാണ് കോമ്പോസിഷൻ ആണ് നമ്മുടെ ഈ സീവേജ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഓക്സിജൻ കൺസ്യൂംഡ് എന്ന് പറയുന്നത് കാർബണേഷ്യസ് ആയിട്ടുള്ള മാറ്റർ ഇല്ലേ, അതിന്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിന്റെ അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം ഓക്സിജൻ വേണം, അതാണ് ഓക്സിജൻ കൺസ്യൂംഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്സിജൻ റിക്വയർഡ് ഫോർ ഓക്സിഡേഷൻ ഓഫ് കാർബണേഷ്യസ് മാറ്റർ. കാർബണേഷ്യസ് മാറ്ററിന്റെ ഓക്സിഡേഷന് എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതാണ് ഓക്സിജൻ കൺസ്യൂംഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ഡിസോൾഡ് ഓക്സിജൻ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ എല്ലാ ഇതും പറഞ്ഞതായിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞതല്ലേ, ഇനി പറയണില്ല. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ഡിസോൾഡ് സ്റ്റേറ്റ് പ്രസന്റ് ഇൻ വേസ്റ്റ് വാട്ടർ. അതാണ് ഡിസോൾഡ് ഓക്സിജന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയണം നമ്മൾ പറയുന്നത്. ഇതെന്തായിരുന്നു, കാർബണേഷ്യസ് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യാൻ എത്രമാത്രം ഓക്സിജൻ വേണം, അതാണ് ഓക്സിജൻ കൺസ്യൂംഡ്. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ഇൻ ദ ഡിസോൾഡ് സ്റ്റേറ്റ്, ഡിസോൾഡ് സ്റ്റേറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട്, എവിടെ വേസ്റ്റ് വാട്ടറിൽ ഡിസോൾഡ് സ്റ്റേറ്റിൽ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട് ആണ് ഡിസോൾഡ് ഓക്സിജൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമ്മുടെ സാധാരണ റോ സീവേജ്, നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സീവേജിൽ ഡിസോൾഡ് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവണമെന്ന് ഇല്ല. അപ്പൊ അങ്ങനെ ഡിസോൾഡ് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അൺട്രീറ്റഡ് ആയിട്ടുള്ള സീവേജില് ഡിസോൾഡ് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അൺട്രീറ്റഡ് എന്ന് വെച്ചാൽ ട്രീറ്റ് ചെയ്യാത്ത നമ്മുടെ റോ സീവേജില്, അൺട്രീറ്റഡ് സീവേജില് ഡിസോൾഡ് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഈ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ഫ്രഷ് ആണെന്നാണ്, അല്ലെങ്കിൽ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഫ്രഷ് ആണെന്നാണ് അതിന്റെ മീനിങ്. സാധാരണ രീതിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ സ്ട്രീമിലേക്കൊക്കെ അതിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്ട്രീമിൽ ഉണ്ടായിരുന്ന ഡിസോൾഡ് ഓക്സിജനെ ആയിരുന്നു ഡീകമ്പോസിഷന് വേണ്ടി അത് കൺസ്യൂം ചെയ്തത്. അപ്പൊ സാധാരണ നമ്മുടെ വേസ്റ്റില് ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാവാറില്ല. ഇനി ഇൻ കേസ് ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ ട്രീറ്റ് ചെയ്യാത്ത സീവേജിൽ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് ആ സീവേജ് ഫ്രഷ് ആണെന്നാണ്. കാരണം ഡിസോൾഡ് ഓക്സിജൻ നമ്മുടെ ബാക്ടീരിയ ഒക്കെ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ഡിസോൾഡ് ഓക്സിജനെ കൺസ്യൂം ചെയ്ത് അവിടെ ബാക്ടീരിയൽ ആക്ടിവിറ്റി നടക്കേണ്ടതാണ്. അപ്പൊ ഡിസോൾഡ് ഓക്സിജൻ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അത് ഫ്രഷ് ആണെന്നാണ് അതിന്റെ മീനിങ്. ഇനി ട്രീറ്റഡ് വേസ്റ്റ് വാട്ടറിൽ ഡിസോൾഡ് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്, ഡിസോൾഡ് ഓക്സിജൻ ഇൻ ട്രീറ്റഡിന്റെ കേസിൽ ട്രീറ്റ് ചെയ്തിട്ടും വീണ്ടും അതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ ആക്റ്റീവ് ആയിട്ട്, വെച്ചാൽ നമ്മൾ സാധാരണ നടക്കുന്ന ഡീകമ്പോസിഷനേക്കാളും എക്സസ് ആയിട്ട് അവിടെ ഡീകമ്പോസിഷൻ നടന്നിട്ടുണ്ടെന്നാണ് അതിന്റെ ഒരു മീനിങ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ റീസൺ തന്നെ, ഡിസോൾഡ് ഓക്സിജൻ ബാക്ടീരിയസ് ഒക്കെ കൺസ്യൂം ചെയ്യും. ട്രീറ്റ് ചെയ്ത വേസ്റ്റ് വാട്ടറിൽ വീണ്ടും ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ അവിടെ ഇനി ഒന്നും ഡീകമ്പോസ് ചെയ്യാനില്ല. അപ്പൊ അത് നന്നായിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്, അതാണ് അതിന്റെ മീനിങ്. ഡിസോൾഡ് ഓക്സിജൻ ഇൻ ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഇംപ്ലൈസ് ദാറ്റ് കൺസിഡറബിൾ ഓക്സിഡേഷൻ ഈസ് കംപ്ലീറ്റഡ്. കൺസിഡറബിൾ ഓക്സിഡേഷൻ കംപ്ലീറ്റഡ് എന്നാണ് അതിന്റെ മീനിങ്. ഇത് രണ്ടും അറിഞ്ഞിരിക്കുക കേട്ടോ. ബാക്കി എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ കേസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമ്മുടെ അക്വാട്ടിക് ലൈഫിന് 4 ppm വേണം, പിന്നെ കുറെ പറഞ്ഞായിരുന്നല്ലോ, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ
അത് ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് ഉണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞായിരുന്നു, വിംഗ്ലേഴ്സ് മെത്തേഡ്. അതൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്താട്ടോ. ഈ ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെയും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് ഫോം പറഞ്ഞു, ഓക്സിജൻ പ്രസന്റ് ആയിട്ടുള്ളത്, ഒന്ന് ഓക്സിജൻ കൺസ്യൂംഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിസോൾഡ് ഓക്സിജൻ. ഈ തേർഡ് വൺ എന്ന് പറയുന്നത് ഓക്സിജൻ ഡിമാൻഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് ഓക്സിജൻ ഡിമാൻഡ്. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ? കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് തീർന്നില്ല കേട്ടോ, അതിൽ വരുന്നത് തന്നെയാണ് ഇത്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ അതർ ഗ്യാസസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അതിൽ നമ്മൾ ഒരു 6 ഗ്യാസസിന്റെ കാര്യം പറഞ്ഞു. അതിൽ ഓക്സിജൻ 3 ഫോമിലായിട്ട് പ്രസന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ മൂന്നാമത്തെ ഫോമാണ് ഓക്സിജൻ ഡിമാൻഡ്. ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഓർഗാനിക് ആയിട്ടും ഇനോർഗാനിക് ആയിട്ടുള്ള ഡീകമ്പോസിഷന് നമുക്ക് കൺസ്യൂം ചെയ്യുന്ന ആ ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടി കൺസ്യൂം ചെയ്യുന്ന ഓക്സിജൻ, അതാണ് ഓക്സിജൻ ഡിമാൻഡ്. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഓക്സിജൻ ഡിമാൻഡ് എന്താ അറിഞ്ഞിരിക്കാം. അത് 4 രീതിയിലാണ് മെയിൻ ആയിട്ടുള്ളത്. അതാണ് ഇമ്പോർട്ടന്റ്. 4 രീതിയിൽ 2 എണ്ണമാണ് ഇമ്പോർട്ടന്റ്. ഒന്ന് BOD, സെക്കൻഡ് വൺ COD, തേർഡ് വൺ TOD, ഫോർത്ത് വൺ THOD. അല്ലെ ഫസ്റ്റ് വൺ എന്നുള്ളത് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിന്റെ എക്സ്പാൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബയോളജിക്കൽ അല്ല, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എപ്പോഴും ചോദിക്കുന്നതാണ് BOD എന്താണ്. ബയോ കെമിക്കൽ, അതിന്റെ അകത്ത് തന്നെ ഓപ്ഷനിൽ ബയോളജിക്കൽ ഉണ്ടാവും. നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ബയോളജിയിലേക്ക് കുത്താൻ. അതല്ല, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നമ്മളിപ്പോ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓക്സിജൻ ഡിമാൻഡ്, അല്ലെങ്കിൽ ആ അതർ ഗ്യാസസിൽ വരുന്ന ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ BOD എന്ന് പറയുന്നത് ബയോ കെമിക്കൽ, ബയോളജിക്കൽ അല്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്തേക്കാം കേട്ടോ. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് BOD. COD എന്ന് പറയുന്നത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. TOD എന്ന് പറയുന്നത് ടോട്ടൽ ഓക്സിജൻ ഡിമാൻഡ്. ഇത് തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. തിയററ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിൽ BOD ആണ് എക്സ്പാൻഷൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. 4 എണ്ണം ഉണ്ടെന്ന് ഓർത്തിരിക്കുക ഓക്സിജൻ ഡിമാൻഡ്. പിന്നെ അത് ഫസ്റ്റ് 2 എണ്ണം നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം, BODയും COD. അപ്പൊ ഫസ്റ്റ് വൺ ആണ് BOD. ഇപ്പൊ BOD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ, പിന്നെ നമ്മൾ യൂഷ്വലി നമ്മൾ ഒരു ടേക്കൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡേയ്സും ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്, 20 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ യൂഷ്വലി 5 ഡേയ്സിലാണ് നമ്മൾ ഈ BOD കാൽക്കുലേറ്റ് ചെയ്യാറ്. യൂഷ്വലി 5 ഡേയ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. അപ്പൊ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇസ് ദ ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ മൈക്രോ ഓർഗാനിസംസ് to carry out biological decomposition of dissolved solids or organic matter in the wastewater under aerobic conditions at standard temperature 20 degree Celsius. അപ്പൊ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ 20 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഈ മൈക്രോ ഓർഗാനിസത്തിന് ഇങ്ങനെ ഓർഗാനിക് മാറ്ററിനെ ഇനോർഗാനിക് മാറ്ററിനെ അല്ലെങ്കിൽ ഇത്ര ഡിസോൾഡ് ആയിട്ടുള്ള മാറ്ററിനെ ഒക്കെ ഡീകമ്പോസ് ചെയ്യാനുള്ള എത്രമാത്രം ഓക്സിജൻ റിക്വയർഡ് ആണ്, അതാണ് BOD എന്ന് പറയുന്നത്. അത് എയറോബിക് കണ്ടീഷനിലാണ് നടക്കുള്ളൂ. എന്നാൽ എയറോബിക് എന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസിൽ നമുക്ക് ഓക്സിജൻ ഡിമാൻഡ് അല്ലേ വേണ്ടത്, അതുകൊണ്ടാണ് എയറോബിക് കണ്ടീഷൻ. അപ്പൊ BOD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ മൈക്രോ ഓർഗാനിസംസ് ടു ക്യാരി ഔട്ട് ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഡിസോൾവ്ഡ് സോളിഡ്സ് ഓർ ഓർഗാനിക് മാറ്റർ ഇൻ ദ വേസ്റ്റ് വാട്ടർ അണ്ടർ എയറോബിക് കണ്ടീഷൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചർ ഓർത്തിരിക്കാം. അപ്പൊ കാര്യം എന്താന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞായിരുന്നു 2 തരത്തിലുള്ള മാറ്ററാണ് ഓർഗാനിക് മാറ്ററിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? നൈട്രോജനസ് ആയിട്ടുള്ള മാറ്ററും ഉണ്ട്, അതുപോലെ തന്നെ കാർബണേഷ്യസ് ആയിട്ടുള്ള മാറ്ററും ഉണ്ട്. അതിൽ ഈ BOD എന്ന് പറയുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ് സാധാരണ യൂഷ്വലി നടക്കാറ്. 2 സ്റ്റേജ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജില് ഫസ്റ്റ് സ്റ്റേജ് BOD നമ്മുടെ കാർബണേഷ്യസ് ആയിട്ടുള്ള മാറ്ററിന്റെ ഡീകമ്പോസിഷൻ ആണ്
നടക്കുന്നത്. കാർബണേഷൻ മാറ്ററിന്റെ ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജ് ബിഒഡിയിലാണ് നൈട്രജനസ് ആയിട്ടുള്ള മാറ്ററിന്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത്. മാറ്റർ ഡീകമ്പോസിഷൻ നടക്കുന്നത് ഓർത്തിരിക്കുക. രണ്ട് തരത്തിലുണ്ട്. അപ്പൊ രണ്ട് സ്റ്റേജ് ആയിട്ട് നടക്കുന്നത്. ഫസ്റ്റില് കാർബണേഷ്യസ് ആയിട്ടുള്ള മാറ്റർ എല്ലാം ഡീകമ്പോസ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിലാണ് നൈട്രോജനസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഡീകമ്പോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു യൂഷ്വലി 5 ഡേയ്സിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ഇനി പ്രോബ്ലം ഒന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലും 5 ഡേയ്സ് ആണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ 5 ഡേയ്സിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കില്ല. ഒരു 60 to 70% ഓക്സിഡേഷൻ ആണ് ഈ 5 ഡേയ്സിൽ കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ 20 ദിവസത്തിലാണ് 95 to 99% ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പൊ 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. അല്ല 5 ദിവസം കൊണ്ട് ഏകദേശം 60 to 70% ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആവും. 20 ദിവസം കൊണ്ടാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള. അപ്പൊ നമ്മുടെ ഒരു ബിഒഡിയുടെ എഫക്റ്റ് വേണമെങ്കിൽ സാധാരണ പറയുവാണെങ്കിൽ 20 ദിവസം വേണം. ടൈം കുറച്ച് അധികം വേണം. അതുകൊണ്ട് നമുക്കൊരു 95 to 99% ഓക്സിഡേഷൻ ഓർഗാനിക് മാറ്ററിന്റെ ഓക്സിഡേഷൻ പോസിബിൾ ആവും 20 ഡേയ്സ് കൊണ്ട്. ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ഏത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിന്റെ കേസിൽ. അത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വേറെ കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിനാ 20 ഡിഗ്രി സെൽഷ്യസ് ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കുന്നു. അത് 5 ദിവസം ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് നടക്കുന്ന പരിപാടിയാണ്. ആ ഒരു ഇൻക്യുബേറ്റർ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്ത് നടക്കുന്ന പരിപാടിയാണ് ഈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റിൽ ലാർജ് ക്വാണ്ടിറ്റി ട്രീറ്റ് ചെയ്യാനുള്ള സീവേജില് യൂഷ്വലി ഇത് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിലും ഇത്രയും ടൈം ഒക്കെ എടുക്കുന്ന കാരണം ഇതിലും ഫാസ്റ്റ് ആയിട്ടുള്ള അടുത്ത മെത്തേഡ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് മെത്തേഡ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. ഇത് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് ആ സീവേജിന്റെ കേസ് വെച്ചിട്ടാണ് പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ എത്രമാത്രം ഓക്സിജൻ റിക്വയർഡ് ആണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിൽ 20 ഡേയ്സ് ആണ് ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. യൂഷ്വലി 5 ഡേയ്സിലാണ് അത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. 5 ഡേയ്സിൽ നമ്മൾ 60 to 70 നമ്മുടെ പ്രോബ്ലം വരുമ്പോൾ 5 ഡേയ്സിനുള്ള ആ ഒരു 5 ഡേയ്സിൽ ഇൻക്യുബേറ്ററിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അപ്പൊ 5 ഡേയ്സിൽ 20 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ക്യാരി ഔട്ട് ചെയ്യണത്. 5 ഡേയ്സിൽ 60 to 70% ഓക്സിഡേഷൻ ആണ് കംപ്ലീറ്റ് ആവുള്ളൂ. 20 ഡേയ്സിലാണ് 95 to 99% ഓക്സിഡേഷൻ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ 2 സ്റ്റേജ് ആയിട്ട് നടക്കുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ കാർബണേഷ്യസ് മാറ്ററിന്റെ ഡീകമ്പോസിഷൻ നടക്കും. സെക്കൻഡ് സ്റ്റേജിൽ നൈട്രജനസ് ആയിട്ടുള്ള മാറ്ററിന്റെ ഡീകമ്പോസിഷൻ നടക്കും. ഇനി 2 ടെസ്റ്റ് ഉണ്ട്. ബിഒഡിയുടെ മെഷർമെന്റിന് 2 ടെസ്റ്റ് ഉണ്ട്. ബിഒഡി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ 2 ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തത് ഡൈലൂഷൻ മെത്തേഡും. ടെസ്റ്റ് ഫോർ ബിഒഡി എന്ന് പറയുന്നത് 2 ടെസ്റ്റ് ആണുള്ളത്. അല്ലെങ്കിൽ 2 മെത്തേഡിലാണ് നമുക്ക് ബിഒഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ വേറെ ഒന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് ഓക്സിജനായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് മെത്തേഡ്. ഇൻ ഡയറക്റ്റ് മെത്തേഡ് വേസ്റ്റ് വാട്ടർ ഇസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് ബിഒഡി ഈസ് മെഷേർഡ്. ഡയറക്റ്റ് കോണ്ടാക്ട് ആയിരിക്കും. ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ എന്നിട്ട് മെഷർ ചെയ്യും. അത് നമ്മൾ സാധാരണ അഡോപ്റ്റ് ചെയ്യാറില്ല. രണ്ടാമത്തെ മെത്തേഡാണ് കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാറ്. അതാണ് ഡൈലൂഷൻ മെത്തേഡ്. ഡൈലൂഷൻ മെത്തേഡ് ആണ് നമ്മൾ കോമൺലി യൂസ്ഡ് ചെയ്യാറ്. കോമൺലി യൂസ്ഡ് മെത്തേഡാണ് ഡൈലൂഷൻ മെത്തേഡ്. നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിഒഡി ബോട്ടിലൊക്കെ ഉപയോഗിച്ച്. അപ്പൊ ബിഒഡി ബോട്ടിൽ സാധാരണ ഒരു ബിഒഡി ബോട്ടിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 300 ml ആട്ടോ. 300 ml ആണ് ബിഒഡി ബോട്ടിലിന്റെ കപ്പാസിറ്റി. ബിഒഡി ബോട്ടിലിന്റെ. അപ്പൊ എങ്ങനെ നടക്കുന്നത്? ഡൈലൂഷൻ മെത്തേഡ് അല്ലേ. അപ്പൊ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അവിടെ ബിഒഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡൈല്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട്. ഇപ്പൊ ബിഒഡി ബോട്ടിലാണെങ്കിൽ 300 ml എന്ന് പറഞ്ഞു. 300 ml ഒരു വാട്ടർ മീഡിയം എടുക്കും. സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വാട്ടർ മീഡിയം എടുക്കും. എന്നിട്ട് അതിന്റെ അകത്തേക്ക് 5 ml ഈ സീവേജ്
സീവേജ് മിക്സ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണത്. ഡൈലൂഷൻ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. 300 സാധാരണ BOD ബോട്ടിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 300 ml നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ BOD ബോട്ടിലില് 300 ml ഒരു 5 ml എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, 5 ml മിക്സ് ചെയ്യും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സീവേജ്. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഡൈലൂഷൻ മെത്തേഡ്. ഇനി അതിന്റെ അകത്ത് 2 ഫോർമുലാസ് ഉണ്ട്. അതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളത്. BOD ആയിട്ട് 5 ഡേയ്സ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ 5 ഡേയ്സിലുള്ള BOD ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വരാറ്. അതെന്ന് പറയുന്നത് ഓക്സിജൻ കൺസ്യൂംഡ് നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്സിജൻ കൺസ്യൂംഡ് മൾട്ടിപ്ലൈഡ് ബൈ ഡൈലൂഷൻ റേഷ്യോ. ഡൈലൂഷൻ റേഷ്യോ ഇപ്പൊ BOD ആയിട്ട് 5 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ കൺസ്യൂം ചെയ്ത ഓക്സിജൻ മൾട്ടിപ്ലൈ ബൈ ഡൈലൂഷൻ റേഷ്യോ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഓക്സിജൻ കൺസ്യൂംഡ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് വരും, പിന്നെ ഫൈനൽ ആയിട്ടുള്ളതും തരും. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കണം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ചൊരു ഓക്സിജൻ ഡെഫിഷ്യറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ആ സംഭവം തന്നെ. ഇനീഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ മൈനസ് ഫൈനൽ ഡിസോൾഡ് ഓക്സിജൻ ആണ് ഈ ഓക്സിജൻ കൺസ്യൂംഡ് വരുന്നത്. ഇങ്ങനെയും തരാറുണ്ട്. ചിലപ്പോൾ ഓക്സിജൻ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ് നേരിട്ട് തരും. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് ഡൈലൂഷൻ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 ഡേയ്സിലുള്ള BOD കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി ഡൈലൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, രണ്ട് രീതിയിലും പറയേ, ഡൈലൂഷൻ റേഷ്യോ അല്ലെങ്കിൽ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന ആ സാമ്പിളിന്റെ വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ divided by volume of undiluted sample. വോളിയം ഓഫ് ഡൈല്യൂട്ടഡ് സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഡൈല്യൂട്ട് ചെയ്തൊരു സൊല്യൂഷൻ തരും. നമ്മുടെ BOD ബോട്ടിൽ എടുക്കണമെങ്കിൽ അത് 300 ml, പിന്നെ നമുക്ക് അൺഡൈല്യൂട്ട് ചെയ്യാത്ത ഒരു ഇത് നമ്മുടെ സീവേജിന്റെ ആ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. അതായിരിക്കും വോളിയം ഓഫ് അൺഡൈല്യൂട്ടഡ് സാമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കേസിന്റെ എക്സാമ്പിൾ ആണെങ്കിൽ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ 300 ആണ് ഡൈല്യൂട്ട് ചെയ്ത് തരുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അത് ഡിവൈഡ് ബൈ 5 ml സീവേജ് എടുത്തു എന്നല്ലേ പറഞ്ഞേ, അപ്പൊ 5. അങ്ങനെ ഡൈലൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. ഇത് രണ്ടും നമുക്ക് വേണം പ്രോബ്ലം ചെയ്യണമെങ്കിൽ കേട്ടോ. ഈ രണ്ട് ഫോർമുല, രണ്ട് ഇക്വേഷൻ ആവശ്യമുണ്ട്. അത്രയാണ് BOD-യിലുള്ളത്. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ pH പറഞ്ഞു. pHന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്രഷ് ആണെങ്കിൽ ആൽക്കലൈൻ നേച്ചറും അതേസമയം സെപ്റ്റിക് ആയിട്ടുള്ള സീവേജിൽ അസിഡിക് നേച്ചറാന്ന് പറഞ്ഞു. പിന്നെ ക്ലോറൈഡ് കണ്ടന്റ് പറഞ്ഞു, അത് വരുന്ന സോഴ്സസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ക്ലോറൈഡിന്റെ കണ്ടന്റ് നമ്മൾ ടൈട്രേഷൻ വഴിയാണ് മെഷർ ചെയ്യുന്നത്. അത് സ്റ്റാൻഡേർഡ് സിൽവർ നൈട്രോ സൊല്യൂഷൻ പൊട്ടാസ്യം ക്രോമേറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈട്രേഷൻ വഴിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ക്ലോറൈഡിന്റെ കണ്ടന്റ്. പിന്നെ നൈട്രജൻ കണ്ടന്റ്, നൈട്രജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഓർഗാനിക് മാറ്റർ എക്സസ് ആയിട്ട് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. പിന്നെ കുറെ ഫോംസിലൊക്കെ കാണുന്നു, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഫാറ്റ്സ്, ഗ്രീസ്, ഓയിൽസ് ഒരു കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് അറിഞ്ഞിരിക്കാം. അത് നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്നും ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ സർഫക്ടൻസ് പറഞ്ഞു, ഡിറ്റർജൻസ് ആണ്. അത് നമ്മുടെ എയറോബിക് നമ്മുടെ എയറേഷൻ, വേസ്റ്റ് വാട്ടറിൽ നടക്കേണ്ട എയറേഷനെ ഹിൻഡർ ചെയ്യും സർഫക്ടൻസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ. അത് ASD ഉണ്ടെങ്കിൽ അത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്, അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ട്രബിൾസം ആണ്. ഇനി LAS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഒരു കോമ്പൗണ്ട് കൊണ്ട് ഇപ്പൊ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിറ്റർജൻസ് ഒക്കെ, അതാണ് കുറച്ചും കൂടി ട്രബിൾസം അല്ല. പിന്നെ അത് മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞായിരുന്നു, കളർ ചേഞ്ച് അനുസരിച്ചാണ്. മെത്തിലി ബ്ലൂ ഡൈ, അതിന്റെ കളർ ചേഞ്ച് അനുസരിച്ചാണ് ഇത് എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ ഫിനോൾസ്, പെസ്റ്റിസൈഡ്സ്, അഗ്രികൾച്ചർ കെമിക്കൽസ് പറഞ്ഞു. ഫിനോൾസിന്റെ ക്വാണ്ടിറ്റി 500 mg/L വരെയാണ് സാധാരണ പെർമിസിബിൾ ആയിട്ടുള്ളത്. പിന്നെ ടോക്സിക് കോമ്പൗണ്ട്സ് കുറെ പറഞ്ഞു, കോപ്പർ, ലെഡ്, സിൽവർ, ആഴ്സനിക്, ലെഡ്, മെർക്കുറി ഒക്കെ പറഞ്ഞു. പിന്നെ സൾഫേറ്റ്സ്, സൾഫൈഡ്സ്, ഹൈഡ്രജൻ ഗ്യാസ്, അതില് ഹൈഡ്രജൻ ഗ്യാസും കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും പ്രസന്റ് ആണെങ്കിൽ കൊറോഷന് കാരണമാവും. അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ ഡൈ ഓക്സൈഡും പ്രസന്റ് ആണെങ്കിൽ അസിഡിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആ. പിന്നെ അതർ ഗ്യാസസ്, നമ്മളൊരു 6 ഗ്യാസസിന്റെ കാര്യം പറഞ്ഞു. അതിൽ ഹൈഡ്രജൻ സൾഫൈഡും അമോണിയയും മീഥേനും ഒക്കെയാണ് അനേറോബിക് ഡീകമ്പോസിഷൻ വഴി ഫോം ചെയ്യുന്നത്.
അതില് പ്രിൻസിപ്പൽ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മീഥേൻ ആണ്. ഓർഡർലെസ് ആൻഡ് കളർലെസ് ആണ്. പിന്നെ ഹൈലി കമ്പസ്റ്റബിൾ ആണ്. പിന്നെ നമ്മുടെ സീവറിനൊക്കെ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ അതർ ഗ്യാസിലാണ് ഓക്സിജൻ 3 ഫോമിൽ പ്രസന്റ് ചെയ്യുന്നു. ഓക്സിജൻ കൺസ്യൂംഡ്, പിന്നെ ഡിസോൾഡ് ഓക്സിജൻ. ഓക്സിജൻ കൺസ്യൂംഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണേഷ്യസ് മാറ്ററിന്റെ ഓക്സിഡേഷൻ എത്രമാത്രം ഓക്സിജൻ വേണം, അതാണ് ഓക്സിജൻ കൺസ്യൂംഡ്. ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ പറഞ്ഞു, ഡിസോൾഡ് സ്റ്റേറ്റിൽ സീവേജിൽ പ്രസന്റ് ആയിട്ടുള്ള ഓക്സിജൻ ആണ് ഡിസോൾഡ് ഓക്സിജൻ. അത് രണ്ട് രീതിയിൽ പറഞ്ഞു. ഫ്രഷ് നമ്മൾ സാധാരണ റോ സീവേജിൽ കാണാറില്ല. അത് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സീവേജ് ഫ്രഷ് ആണ്. ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വാട്ടറിൽ അത് ഡിസോൾഡ് ഓക്സിജൻ പ്രസൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ ഡീകമ്പോസിഷൻ നടന്നിട്ടുണ്ടെന്നാണ് അതിന്റെ മീനിങ്. പിന്നെ ഓക്സിജൻ ഡിമാൻഡ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞു നമ്മൾ ബിഒഡിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മനസ്സിലായില്ലേ? 5 ഡേയ്സിലാണ് യൂഷ്വലി നമ്മൾ പ്രോബ്ലംസിനൊക്കെ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. ശരിക്കും പറഞ്ഞാൽ 5 ഡേയ്സിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നില്ല. ഒരു 50 to 65% ആ ഒരു രീതിയിലാണ് നടക്കുന്നുള്ളൂ. 50 അല്ലല്ലോ, 60 to 70% കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കും. സെക്കൻഡ് സ്റ്റേജിലാണ് 95 to 99% മാറ്റർ ഡീകമ്പോസ് ചെയ്യണത്. അതും ഫസ്റ്റ് സ്റ്റേജ് ബിഒഡിയിൽ കാർബണേഷ്യസ് മാറ്ററിന്റെയും രണ്ടാമത്തെ സ്റ്റേജ് ബിഒഡിയിലാണ് നൈട്രജനസ് മാറ്ററിന്റെയും ഡീകമ്പോസിഷൻ നടക്കുന്നത്. പിന്നെ ബിഒഡിയുടെ ടെസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. ഡൈലൂഷൻ മെത്തേഡ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഡൈല്യൂട്ട് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ സാധാരണ ബിഒഡി ബോട്ടിലിന്റെ കപ്പാസിറ്റി എന്ന് അറിഞ്ഞിരിക്കുക 300 ml. ബിഒഡി at 5 days അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. അത് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഓക്സിജൻ കൺസ്യൂംഡ് ഇൻറ്റു ഡൈലൂഷൻ റേഷ്യോ. ഓക്സിജൻ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഡിസോൾഡ് ഓക്സിജൻ മൈനസ് ഫൈനൽ ഡിസോൾഡ് ഓക്സിജൻ. ഡൈലൂഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡൈലൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് ആ ഡൈലൂട്ടഡ് സാമ്പിളിന്റെ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് അൺഡൈലൂട്ടഡ് സാമ്പിൾ. ഒന്നുകൂടി പറയണത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ഇരിക്കാനാട്ടോ. നമുക്ക് അതിന്റെ പ്രോബ്ലം ചെയ്യാട്ടോ. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് പറയട്ടെ. പ്രോബ്ലം ഗ്ലാസ് ചെയ്യാം. ഇനി അടുത്ത ഓക്സിജൻ ഡിമാൻഡ് ആണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് നമ്മൾ സാധാരണ ഈ ഒരു ട്രീറ്റ്മെന്റിലൊക്കെ ചെയ്യാറ്. കാരണം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് റിസൾട്ട് നൽകും. കെമിക്കൽ ഓക്സിജൻ മറ്റത് നമ്മൾ 20 days വേണ്ടായിരുന്നോ? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ കെമിക്കൽസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റർ റിസൾട്ട്സ് ആണ് സിഒഡിയിൽ വരുന്നത്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഫാസ്റ്റർ റിസൾട്ട് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുള്ള കാരണമാണ് പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടക്കുന്നത്. ഇതിന് ഒരു 5 daysന്റെ സ്ഥാനത്ത് ഇവിടെ ഒരു 3 hours ഒക്കെ മതി. 3 hours തോന്നുന്നു. 3 hours മതി ഈ ഒരു പ്രോസസ്. ഏതായാലും നമ്മള് മറ്റേ 5 days മിനിമം 5 days അല്ലെങ്കിൽ 20 days ഒക്കെ വരെ വേണമായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ. അപ്പൊ ആ ഒരു 20 days ടൈം ഒന്നും വേണ്ട. ഇവിടെ വെറും 3 hours മതി നമ്മുടെ എന്താ ഡീകമ്പോസിഷൻ നടക്കാൻ വേണ്ടി. അപ്പൊ ഈ മെത്തേഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ വളരെ സ്ലോ റേറ്റിൽ ഡീകമ്പോസ് ചെയ്യുന്ന ഫാറ്റും ലിഗ്നിൻസും ഒക്കെ ഈ ഒരു കേസിൽ നമുക്ക് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കും ഈ ഒരു കേസിലൊക്കെ. മറ്റേ ബിഒഡി യൂസ് ചെയ്യുമ്പോൾ അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് ഈ മെത്തേഡ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒക്കെ വരുന്ന കേസിൽ കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അൺട്രീറ്റഡ് സീവേജില് റേഷ്യോ സിഒഡി ബൈ അൺട്രീറ്റഡ് സീവേജിന്റെ കേസില് സിഒഡി ബൈ ബിഒഡി റേഷ്യോ എന്ന് പറയുന്നത് നമ്മള് 1.25 to 2.5 ഈ ഒരു റേഷ്യോ ആണ് എടുക്കുന്നത്. അറിഞ്ഞിരിക്കാട്ടോ. അൺട്രീറ്റഡ് സീവേജിന്റെ കേസിൽ സിഒഡി ബൈ ബിഒഡി റേഷ്യോ ഈ ഒരു റേഞ്ചിൽ 1.25 to 2.5 ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ റേഷ്യോ വരുന്നത്. ഇനി ഈ റേഷ്യോ എന്ന് പറയുന്നത് ഹയർ വാല്യൂ ആണെങ്കിൽ, റേഷ്യോയുടെ വാല്യൂ ഹയർ ആണെങ്കിൽ അതിന്റെ അർത്ഥം ബയോഡിഗ്രേഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് ടു ബയോഡിഗ്രേഡ്. ബയോഡിഗ്രേഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്നാണ് ഇതിന്റെ മീനിങ്. പിന്നെ സിഒഡി ബൈ ബിഒഡി ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ
നോൺ ബയോഡീഗ്രേഡബിൾ ആണെന്ന മീനിങ്. ഇത് ഡീഗ്രേഡ് ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. ഇനി ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാനേ പറ്റില്ല. അതാണ് അതിന്റെ മീനിങ്. അതുപോലെ തന്നെ CODയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 250. നമ്മുടെ ക്ലോറൈഡിന്റെ കണ്ടന്റിലായിരുന്നോ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 250 mg/L ആണ് നമ്മുടെ CODയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ COD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. 20 ഡേയ്സിന് സ്ഥാനത്ത് ഒരു 3 hours ഒക്കെ മതി ഈ കേസിൽ. അവിടെ നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ സ്ട്രോങ്ലി ഓക്സിഡൈസിങ് ആയിട്ടുള്ള ഏജൻസ് യൂസ് ചെയ്യും. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് യൂസ് ചെയ്യാറ്. പിന്നെ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ 250 mg/L ആണ്. നമുക്ക് ഫാറ്റിനും ലിഗ്നൈൻസിനൊക്കെ ഈ ഒരു കേസിൽ ഓക്സിഡൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വാല്യൂസ് COD/BOD റേഷ്യോ ഫോർ അൺട്രീറ്റഡ് സീവേജ് എന്ന് പറയുന്നത് ലൈൻ ബിറ്റ്വീൻ 1.25 to 2.5. ഇനി ഹയർ റേഷ്യോ ആണെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നോൺ ബയോഡീഗ്രേഡബിൾ ആണ്. ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം. ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ നമ്മുടെ വാട്ടർ സപ്ലൈയിൽ നമ്മൾ ചെയ്തതുപോലൊക്കെ തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും. ട്രീറ്റ്മെന്റ് അതിൽ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പ്രിലിമിനറി മെത്തേഡ്. 4 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി മെത്തേഡ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രിലിമിനറി മെത്തേഡ്. ഈ ഒരു മെത്തേഡ് എല്ലാ കേസിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്നില്ല. ചില കേസസിൽ നേരിട്ട് പ്രൈമറി മെത്തേഡിലേക്ക് പോകും കേട്ടോ. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് പ്രിലിമിനറി മെത്തേഡ്. ഈ പ്രിലിമിനറി മെത്തേഡില് നമ്മള് വാട്ടർ സപ്ലൈയുടെ കാര്യം പറഞ്ഞപ്പോ ഫസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു? സ്ക്രീനിങ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ പ്രിലിമിനറി മെത്തേഡില് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസിനൊക്കെ റിമൂവ് ചെയ്യാനാണ് ഇവിടെയും യൂസ് ചെയ്യണത്. ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ റിമൂവലിന്റെ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ്, ഹെവിലി സെറ്റിലബിൾ ആയിട്ടുള്ള ഇനോർഗാനിക് മെറ്റീരിയൽസ്. ഓർഗാനിക് ഇവിടെ സെറ്റിൽ ചെയ്യുന്നില്ല. ഇനോർഗാനിക് മെറ്റീരിയൽസ്, ഹെവി ഇനോർഗാനിക് മെറ്റീരിയൽസ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്രിറ്റ് ഒക്കെ, ഇനോർഗാനിക് സോളിഡ്സിൽ വരുന്നതാണ് ഗ്രിറ്റും ഫ്രാഗ്മെന്റ്സ്, മെറ്റൽസിന്റെയും ഗ്ലാസിന്റെ ഒക്കെ ഫ്രാഗ്മെന്റ്സ് ഒക്കെ വരുന്നത് ഈ ഒരു ഇനോർഗാനിക് മെറ്റീരിയൽസിൽ വരുന്നതാണ്. അപ്പൊ സ്ക്രീനിങ്ങിൽ നമ്മൾ അവിടെ പറഞ്ഞ തന്നെ ഓർത്തിരുന്നത് മതി. ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനെന്ന് ഓർത്തിരിക്കുക. സ്ക്രീനിങ് ഇവിടെ 3 ടൈപ്പ് സ്ക്രീൻ കൊടുക്കുന്നുണ്ട്. ഫൈന് അതിന്റെ ആ ഒരു ഓപ്പണിംഗിന്റെ അനുസരിച്ച് 3 ടൈപ്പ് ഉണ്ട്. ഫൈൻ ഉണ്ട്, മീഡിയം ഉണ്ട്, കോഴ്സ് സ്ക്രീൻ. ഇങ്ങനെ ഒരു 3 ടൈപ്സ് സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ട്രീറ്റ്മെന്റില് ഞാൻ അവിടെ പറഞ്ഞ കേസ് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾ മറ്റ് വാട്ടർ സപ്ലൈയുടെ കേസ് പഠിച്ചു വെക്കുക കേട്ടോ. ഏകദേശം സിമിലറാ. പിന്നെ വാല്യൂസിൽ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും ഓൾമോസ്റ്റ് സിമിലർ ആന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒരെണ്ണം ഓർത്തിരിക്കുള്ളൂ. അന്ന് പഠിച്ചാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ചുള്ളായിരുന്നു. ഇതിന്റെ അകത്ത് കുറേ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രിലിമിനറി മെത്തേഡിൽ തന്നെ 4 പറയുന്നുണ്ട്. അപ്പൊ ഇച്ചിരി ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ പഠിച്ചത് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കാം കേട്ടോ. സ്ക്രീനിങ്ങിലെ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നു. 3 തരത്തിലുള്ള സ്ക്രീനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫൈൻ സ്ക്രീന് 1.5 to 3 mm പെർഫറേഷൻ. 1.5 to 3 mm ആണ് അതിന്റെ ആ ഒരു പെർഫറേഷൻ എന്ന് പറയുന്നത് ഫൈൻ സ്ക്രീനിന്റെ. മറ്റേതിൽ മീഡിയത്തില് ക്ലിയർ ഓപ്പണിങ്സ് എന്ന് പറയുന്നത് 20 to 50 mm. കോഴ്സ് സ്ക്രീനിന്റെ കേസിൽ 50 mm അല്ലെങ്കിൽ മോർ, അതിന് കൂടുതൽ 50 mm ഓർ മോർ. ഈ കോഴ്സ് സ്ക്രീനിൽ പറയുന്ന വേറൊരു പേരാണ് റാക്സ് എന്ന് പറയുന്നത്. റാക്സ്. ഇത് നമ്മൾ അവിടെ ഒരു ഇൻക്ലിനേഷനിലല്ലായിരുന്നു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തത്. അവിടെ പറഞ്ഞത് 45 to 60 ഡിഗ്രി ആണ്. ഈ ഒരു കേസിൽ പറഞ്ഞേക്കുന്നത് ഏകദേശം ആ റേഞ്ചിനെയാണ്. 30 to 60 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് പ്രൊവൈഡ് ചെയ്തേക്കണെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.6 to 1.2 meter per second.
അതിലും 0.6 ആണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. 0.6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എല്ലാ വാല്യൂസും കൂടെ ഓർത്തിരിക്കില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കേസ് ഓർത്തിരിക്കുക, ഏകദേശം വാല്യൂസ് ഒക്കെ അതിനോട് അടുത്തായിരിക്കും. സ്ക്രീനിങ്ങിൽ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിന് റിമൂവ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ഇനോർഗാനിക് മെറ്റീരിയൽസിന് അതിൻ്റെ അകത്ത് വരുന്നതാണ് ഗ്രിറ്റും ഫ്രാഗ്മെന്റ്സ് ഓഫ് ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട്. ഇനി 3 ആയിട്ടുണ്ട് സ്ക്രീനിന്റെ ഓപ്പണിംഗ് അനുസരിച്ച്. പിന്നെ അതൊരു ഇൻക്ലിനേഷനിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, 30 to 60 ഡിഗ്രി. നമ്മൾ ആ കേസിൽ 45 to 60 ഡിഗ്രി ആകും. ഏതെങ്കിലും ഒന്ന് പഠിക്കാം കേട്ടോ. കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാ ഈ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്സിന്ന് അനേറോബിക് ആണോ എയറോബിക് ആണോ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലാതെ വാല്യൂസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ സപ്ലൈയുടെ ഇതിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പഠിക്കാൻ പറഞ്ഞത്. ഇനി അടുത്താണ് ഇതിൽ തന്നെ വരുന്നതാണ് കമ്മ്യൂണിറ്റേഴ്സും ബാർമിനേറ്ററും. പ്രിലിമിനറി മെത്തേഡ് തന്നെയാട്ടോ. കമ്മ്യൂണിറ്ററും ബാർമിനേറ്ററും. കമ്മ്യൂണിറ്ററും ബാർമിനേറ്ററും. ഈ കമ്മ്യൂണിറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഒരുപാട് വലിയ സൈസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സ്ക്രീൻസിന്റെ ഒക്കെ അവിടെ ആയിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യുക, ആ നല്ല ലാർജ് പാർട്ടിക്കിൾസിനെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പോട്ട് ഫ്ലോയിൽ പോകുമ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സിനൊക്കെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്യണത് കട്ടിങ്ങിന് വേണ്ടിയാണ്. കട്ടിങ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ടു സ്മോളർ പീസസ്. അത് കട്ട് ചെയ്യുന്നത് അതിന് ഈ കട്ട് ചെയ്യാൻ വേണ്ടി സ്ലോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡയമീറ്റർ, അതിന്റെ ഒരു ഡയമെൻഷൻ തന്നെ ആയിരിക്കും അത് കട്ട് ചെയ്യുന്നത്. അതിന്റെ സ്ലോട്ടിന്റെ ഡയമെൻഷൻ ആണ് 6 to 12 mm എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സൈസുള്ള പാർട്ടിക്കിൾസ് തന്നെയായിരിക്കും കട്ട് ചെയ്യുമ്പോൾ ഈ ഏകദേശം നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പിന്നീട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സിനൊക്കെ ഡാമേജ് ചെയ്യാതെ ഈ ഒരു പ്രോസസ്സ് സഹായിക്കും. ഇനി ബാർമിനേറ്റർ എന്ന് പറയുന്നതും സെയിം ആണ്, കട്ടിങ്ങിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതിന്റെ അകത്ത് നമുക്ക് സ്ക്രീൻ പ്ലസ് കട്ടിങ് എക്യുപ്മെന്റ് എന്ന് പറയാം. ഇത് രണ്ടും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ബാർമിനേറ്റർ. ഇവിടെ കട്ടിംഗ് പ്രോസസ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്നത്. പിന്നെ അത് 50 mld എന്ന് പറഞ്ഞ ആ ഒരു കേസിൽ കൂടുതലായിട്ട് ഫ്ലോ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 50 mld ഫ്ലോ വരുമ്പോഴാണ് ബാർമിനേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റർ ആണ് അഡോപ്റ്റ് ചെയ്യാറ്. എന്താന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ സ്ക്രീനിങ് കഴിഞ്ഞു. അടുത്താണ് കമ്മ്യൂണിറ്റർ അല്ലെങ്കിൽ ബാർമിനേറ്റർ. ഇത് രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ്ങിന് പാർട്ടിക്കിൾസിനെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ ബാർമിനേറ്റർ എന്ന് പറയുന്നത് 50 mld-നേക്കാളും കൂടുതലായിട്ട് ഫ്ലോ വരുന്ന കേസിലാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സ്ക്രീനും കട്ടിങ്ങും ഒരുമിച്ചാണ് ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. സ്ക്രീനിങ്ങും കട്ടിങ്ങും എന്നുള്ള പ്രോസസ്സ്. ഇനി അടുത്താണ് ഗ്രിറ്റ് ചേംബർ. ഗ്രിറ്റ് ചേംബർ നമ്മുടെ പ്രിലിമിനറി മെത്തേഡ് തന്നെയാണ് കേട്ടോ. പ്രിലിമിനറി ട്രീറ്റ്മെന്റ് വരുന്ന സെക്കൻഡ് വൺ ആണ് ഗ്രിറ്റ് ചേംബർ. ഗ്രിറ്റ് ചേംബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇനോർഗാനിക് ആയിട്ടുള്ള സോളിഡ്സ് ഗ്രിറ്റ് ഒക്കെ പ്രസന്റ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സിൽട്ട് സാൻഡ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ റിമൂവലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രിറ്റ് ചേംബർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ഗ്രിറ്റ്. ഗ്രിറ്റ് എന്ന് വെച്ചാൽ ഹെവി മിനറൽ മെറ്റീരിയൽ, നോൺ പുട്രിസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ, ഡീഗ്രേഡ് ചെയ്യില്ലാത്ത മെറ്റീരിയൽസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് സാൻഡ്, ഗ്രാവല്, സിൽട്ട്, സിൻഡേഴ്സ്, ബ്രോക്കൺ ഗ്ലാസ്, ഫ്രാഗ്മെന്റ്സ് ഓഫ് മെറ്റൽസ്. അതൊക്കെയാണ് ഗ്രിറ്റ്. അപ്പൊ കോമൺ ആയിട്ട് പഠിക്കാം ടു റിമൂവ് ഗ്രിറ്റ്. ഗ്രിറ്റ് ചേംബർ യൂസ് ചെയ്യുന്നത് ടു റിമൂവ് ഗ്രിറ്റ്. നമ്മൾ യൂസ് ചെയ്യണതൊക്കെ ആ ഒരു വേസ്റ്റിൽ ഇതിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ എത്രമാത്രം ഉണ്ട് അതനുസരിച്ചായിരിക്കും ഈ ഒരു എക്യുപ്മെന്റ് ഒക്കെ യൂസ് ചെയ്യണത്. ഒരുപാട് വരാനുള്ള സാധാരണ രീതിയിൽ ഉണ്ടാവുമല്ലോ, കാരണം മുനിസിപ്പൽ സീവേഴ്സിനൊക്കെ വരുന്നല്ലേ, മിക്സ്ഡ് ആയിട്ടുള്ളതായിരിക്കും, എല്ലായിടത്തും കൂടി ഒരുമിച്ച് വരുന്ന ഇതിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഗ്രിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗ്രിറ്റ് ചേംബർ. അതിൽ ഗ്രിറ്റ് ചേംബറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗ്രിറ്റ് എന്ന് പറയുന്നത് 2.4 to 2.65. ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഈ കേസില് ഗ്രിറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത് എന്തിനാ, നമ്മുടെ ഇനി മുമ്പോട്ട് പോകുമ്പോഴുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ അബ്രേഷനെ പ്രിവെന്റ് അബ്രേഷൻ. അതുപോലെ തന്നെ പൈപ്പ് ലൈൻസിൽ
ഹെവി ഡിപ്പോസിഷൻ ഒക്കെ ഉണ്ടാവുന്ന ആ സിൽട്ടിംഗ് എന്നൊക്കെയുള്ള ആ ഒരു ഫിനോമിനെ പ്രിവെന്റ് ചെയ്യാനും, ഹെവി ഡിപ്പോസിഷനെ പ്രിവെന്റ് ചെയ്യാനും, പൈപ്പ് ലൈൻസിൽ ഉണ്ടാവുന്ന ഹെവി ഡിപ്പോസിഷനെ പ്രിവെന്റ് ചെയ്യാനുമാണ് നമ്മൾ ഗ്രിഡ് ചേംബർ വെച്ച് ഗ്രിഡ് റിമൂവ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ട് ടൈപ്സ് ഉണ്ട്. ഹൊറിസോണ്ടൽ ഫ്ലോ ഗ്രിഡ് ചേംബറും ഉണ്ട്, എയറേറ്റഡും ഉണ്ട്. പേര് അറിഞ്ഞിരുന്നു മതി കേട്ടോ. ഹൊറിസോണ്ടൽ ഫ്ലോ ഗ്രിഡ് ചേംബറും പിന്നെ വെർട്ടിക്കൽ അല്ല ഉള്ളത് എയറേറ്റഡ് ഗ്രിഡ് ചേംബറും. mld കൂടുതൽ ഫ്ലോ ഉള്ള കേസിൽ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യും. അല്ലാത്ത കേസിൽ മാനുവലി ആയിട്ട് തന്നെ ഗ്രിഡിനെ റിമൂവ് ചെയ്യും. 10 mld കൂടുതൽ ഫ്ലോ എങ്കിൽ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് ആർ യൂസ്ഡ് ഫോർ റിമൂവിംഗ് ദ ഗ്രിഡ് പാർട്ടിക്കിൾസ്. നമ്മളെ ഗ്രിഡ് ചേംബറിൽ നമ്മൾ സെറ്റിൽ ചെയ്യിച്ച ഗ്രിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് ആണ് 10 mld കൂടുതൽ, മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ കൂടുതൽ ഫ്ലോ ഉള്ള കേസിൽ യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഡിസൈൻ, ഈ ട്രീറ്റ്മെന്റിലുള്ള എല്ലാത്തിന്റെയും ഡിസൈൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിലബസിൽ. ഡിസൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ, ഡെപ്ത്, അങ്ങനെയുള്ള കേസ് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഗ്രിഡ് ചേംബറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിഡിനെ റിമൂവ് ചെയ്യാൻ സ്പെസിഫിക് ഗ്രാവിറ്റി 2.4 to 2.65 ആണ്. പിന്നെ അതുപോലെ അബ്രേഷനും പിന്നെ നമ്മുടെ പൈപ്പിലൊക്കെ ഹെവി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആ മെറ്റീരിയൽസിന്റെ ഒക്കെ ആ ഒരു ടെൻഡൻസിനെ പ്രിവെന്റ് ചെയ്യാനാണ് ഗ്രിഡ് ചേംബർ വെച്ച് ഇതൊക്കെ റിമൂവ് ചെയ്യുന്നത്. പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഫ്ലോ ഉണ്ട്, എയറേറ്റഡ് ഗ്രിഡ് ചേംബറും ഉണ്ട്. ഗ്രേറ്റർ ദാൻ 10 mld ഫ്ലോ ആണെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് ഈ ഗ്രിഡിനെ റിമൂവ് ചെയ്യും. അതിന്റെ ഇതിന്റെ ഏകദേശം ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്ക് ഇല്ലാന്നോ, അതുമായിട്ട് സിമിലർ ആണ്. ഫസ്റ്റ് ഡിസൈനിൽ ഫസ്റ്റ് വരുന്നതാണ് സെറ്റിലിംഗ് വെലോസിറ്റി. ഇവിടെയും സ്റ്റോക്സ് ലോ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഗ്രിഡ് ചേംബറിന്റെ കേസിൽ സ്റ്റോക്സ് ലോ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റിലിംഗ് വെലോസിറ്റി ആണ്. സെറ്റിലിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ അവിടെ പറഞ്ഞ സെയിം തന്നെ, Vs equal to G/80 rho s minus rho by mu into d square. ഇക്വേഷൻ ഓർക്കണല്ലേ? പ്ലെയിൻ സെഡിമെന്റേഷൻ കേസ് നമ്മൾ സെറ്റിലിംഗ് വെലോസിറ്റി പറഞ്ഞതാ. പിന്നെ ഇത് തന്നെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. ജീനിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, റോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിക്കിളിന്റെ ലിക്വിഡിന്റെ മാസ് ഡെൻസിറ്റിയും, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി അല്ലായിരുന്നോ, റോ എന്ന് പറയുന്നത് പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി, മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി, മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റി, ന്യൂ എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി, ഡി ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ, ജി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. അത് സെയിം തന്നെയാണ്. പക്ഷെ ഇത് നമ്മുടെ ഗ്രിഡ് ചേംബറിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത് ഫ്ലോ ലാമിനാർ ആയിട്ട് വരുന്ന കേസിലാണ്. ലാമിനാർ ഫ്ലോയുടെ കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലോ ടർബുലന്റ് ആണെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്, Vs equal to root of 3.33 G rho s minus rho by rho into d. ഇത് നമുക്ക് അറിയാലോ, അങ്ങനെ ഓർത്തിരിക്കാം കേട്ടോ. ടർബുലന്റ് ആയിട്ടുള്ള കേസിൽ ഇതാണ്. ഇനി ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഒരു കേസ് ഉണ്ട്, അതിൽ ഒരു കേസിയൻസിന്റെ ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. അത് നമ്മൾ നോക്കണ്ട, ഇത് രണ്ടും നോക്കട്ടോ. സെറ്റിലിംഗ് വെലോസിറ്റി, ഗ്രിഡ് ചേംബറിന്റെ സെറ്റിലിംഗ് വെലോസിറ്റി ആണ് ഫസ്റ്റ് ഡിസൈൻ എലമെന്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റോക്സ് ലോ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ Q/A. ഓവർഫ്ലോ റേറ്റ് Q/A. രണ്ടാമത്തെ ഡിസൈൻ എലമെന്റ് ആണ് ഓവർഫ്ലോ റേറ്റ്. അത് അവിടെ പറഞ്ഞ കേസ് തന്നെ Q/A. തേർഡ് വൺ എന്ന് പറയുന്നത് ഡീറ്റൻഷൻ ടൈം. എന്തൊക്കെയാന്ന് നമ്മൾ അവിടെ പറഞ്ഞ കാരണമായിട്ട് പറയാത്തെ. ഡീറ്റൻഷൻ ടൈം 45 to 90 seconds, വളരെ കുറവാണ്. 45 to 90 seconds ആണുള്ളൂ. അത് യൂഷ്വലി നമ്മൾ അപ്രോക്സിമേറ്റ്ലി 60 സെക്കൻഡ് ആയിട്ടാണ് എടുക്കാറ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബോട്ടം സ്കോർ ആൻഡ്
ഫ്ലോ ത്രൂ വെലോസിറ്റി. നമുക്ക് ആ ഗ്രിഡിനെ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി വേണം. അതിനാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് 3 to 4.5 റൂട്ട് ജി ഇൻറ്റു GS-1 ഇൻറ്റു ഡി ആണ് ആ ഒരു ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഫ്ലോ വെലോസിറ്റി ഷുഡ് ബി ഇനഫ് ടു സ്കോർ ഔട്ട് ദ സെറ്റിൽഡ് ഓർഗാനിക് മാറ്റർ. നമ്മൾ ആ സെറ്റിൽ ചെയ്ത ഓർഗാനിക് മാറ്ററിനെ സ്കോർ ചെയ്യാൻ ഭാഗത്തിന് പർട്ടിക്കുലർ ആയിട്ട് ഒരു വെലോസിറ്റി വേണം. അതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് 3 to 4.5 റൂട്ട് ഓഫ് ജി ഇൻറ്റു GS-1 ഇൻറ്റു ഡി. അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി. ഇനി പീക്ക് ഫ്ലോയുടെ കേസിൽ നമ്മുടെ സാധാരണ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിന്റെ കേസിൽ പറഞ്ഞ അതേ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് ഇവിടെ എടുക്കുന്നത്. എത്രയാണെന്ന് ഓർക്കണ്ടോ? 15 to 30 സെന്റിമീറ്റർ പെർ മിനിറ്റ്. ആ ഒരു കേസിനെയാണ് എടുക്കുന്നത്. 50 to 30 സെന്റിമീറ്റർ. ഇവിടെ സെക്കൻഡിലാണ് തന്നേക്കുന്നത്. അത് മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കേസിനെ ഓർത്തിരിക്കുക. 15 to 30 സെന്റിമീറ്റർ പെർ മിനിറ്റ്. അവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞേ. ആ ഒരു കേസിനെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഡിസൈൻ. ഇനി ചേംബറിന്റെ ഡെപ്തും കൂടെ ഉണ്ട്. ഡെപ്ത് നമ്മൾ 90 to 120 സെന്റിമീറ്റർ ആണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറ്. ലോസ് ഓഫ് ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത് 0.06 to 0.6 മീറ്റർ. ഈ ഒരു റേഞ്ചിലാണ് പ്രൊവൈഡ് ചെയ്യാറ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത് ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ സെഡിമെന്റേഷനെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഈ കേസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പൊ ഗ്രിഡ് ചേംബർ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്രിഡ് ചേംബറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിഡിനെ റിമൂവ് ചെയ്യാൻ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്യുപ്മെന്റ് അബ്രേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ലൈൻസിലുള്ള ഹെവി ഡെപ്പോസിറ്റ്സിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാനും അക്യുമുലേഷനെ പ്രിവെന്റ് ചെയ്യാനായിരുന്നു ഗ്രിഡ് ചേംബർ യൂസ് ചെയ്യുന്നത്. അതിലുള്ള ഡിസൈൻ ഡീറ്റെയിൽസ് നമ്മുടെ സെല്ലിംഗ് വെലോസിറ്റി കമ്പയർ ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് കേസിൽ VS അത് ലാമിനാർ ഫ്ലോയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. ടർബുലന്റിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് Q/A തന്നെ. ഡീറ്റൻഷൻ പീരീഡ് കുറവാണ്, 45 to 90 സെക്കൻഡ്സ് ഉള്ളൂ. ബോട്ടം സ്കോർ ആൻഡ് ഫ്ലോ ത്രൂ വെലോസിറ്റി അതൊരു ക്രിട്ടിക്കൽ വെലോസിറ്റി വേണം നമ്മുടെ ആ സെറ്റിൽ ചെയ്ത മെറ്റീരിയൽസിന് റിമൂവ് ചെയ്യാൻ. അതാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി. അതിന് റേഞ്ച് തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ വെലോസിറ്റി ഫ്ലോ യൂസ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ ഡെപ്തും ലോസ് ഓഫ് ഹെഡും ഇത്രയാണ് ഡിസൈൻ എലമെന്റ്സിൽ വരുന്നത് ഗ്രിഡ് ചേംബറിന്റെ. ഇനി അടുത്തതാണ് ഡെട്രിറ്റസ് ടാങ്ക്. ഇതും പ്രിലിമിനറിയിൽ വരുന്ന തന്നെ കേട്ടോ. ഡെട്രിറ്റസ് ടാങ്ക് ഡെട്രിറ്റസ് ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗ്രിഡ് റിമൂവൽ യൂണിറ്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഗ്രിഡിനെ കൂടാതെ കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള സാൻഡ് അതുപോലെ കുറച്ച് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്ററിനെ റിമൂവ് ചെയ്യും. ഗ്രിഡ് ചേംബറുമായിട്ട് ഇവിടെ ഗ്രിഡ് റിമൂവൽ തന്നെയാണ്. ഗ്രിഡ് ചേംബറുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. ഗ്രിഡ് റിമൂവൽ തന്നെയാണ്. പിന്നെ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗ്രിഡ് ചേംബറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മോർ ഫൈനർ സോളിഡ്സിനെയാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. മോർ ഫൈനർ ആയിട്ടുള്ള സോളിഡ്സിനെയാണ് ഡെട്രിറ്റസ് ടാങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറവാണ്. വെലോസിറ്റി ലെസ് ആണ്. അവിടെ 15 to 30 സെന്റിമീറ്ററിൽ പറഞ്ഞേ. ഇവിടെ അതിലും കുറവാണ്, 9 സെന്റിമീറ്റർ ആണ്. ഇതാണ് സാധാരണ വരുന്നത്. അല്ലെങ്കിൽ ഒരു ചില കേസിൽ നമ്മുടെ ആ ഒരു ഗ്രിഡ് ചേംബറിന്റെ വെലോസിറ്റിയും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. യൂഷ്വലി പറയുന്നത് 9 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി കുറവാണ്. പിന്നെ ഡീറ്റൻഷൻ ടൈം കൂടുതലാണ്. അവിടെ എത്രയാണെന്ന് പറഞ്ഞത്? 90 സെക്കൻഡ്സ് വരെ അല്ലായിരുന്നുള്ളൂ. 45 to 90 സെക്കൻഡ്സ് ആ ഒരു റേഞ്ചിലായിരുന്നുള്ളൂ. ഇവിടെ ഡീറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 3 to 4 മിനിറ്റ്സ് ആണ്. ഇവിടെ കുറച്ചും കൂടി ടൈം ഇവിടെ ഡീറ്റെയിൻ ചെയ്യും.
ഡിട്രിറ്റസ് ടാങ്കിന്റെ കേസിൽ ഡീറ്റൻഷൻ ടൈം കൂടുതലാണ്. ഡെപ്ത് എന്ന് പറയുന്നത് 2.5 മീറ്റർ ടു 3.5 മീറ്റർ. ഇത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. വെലോസിറ്റി കുറവായിരിക്കും ഗ്രിഡ് ചേമ്പറിനെ കമ്പയർ ചെയ്ത്. ഡീറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, 3 to 4 മിനിറ്റ്സ്. അപ്പൊ ഡീറ്റൻഷൻ ടൈം കൂട്ടിയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഹോപ്പർ, ഒരു ട്രഫ് ഉണ്ട്, ഇങ്ങനെ അടിയിൽ ബോട്ടത്തിൽ വന്ന് ആ ട്രഫിലേക്കാണ് ഈ ഗ്രിഡിനെ, ഈ ഫൈൻ ആയിട്ടുള്ള ഗ്രിഡിനെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് റിമൂവ് ചെയ്യുകയാണ് ഈ കേസിൽ ചെയ്യുന്നത്. അപ്പൊ ഡെട്രിറ്റസ് ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഗ്രിഡ് റിമൂവൽ തന്നെയാണ്. കുറച്ചുകൂടി ഫൈനർ ആയിട്ടുള്ള ഗ്രിഡിനെയാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. വെലോസിറ്റി കുറവാണ്, ഡീറ്റൻഷൻ ടൈം കൂടുതലാണ്, 3 to 4 മിനിറ്റ്സ് ഉണ്ട് ആസ് കമ്പയർഡ് ടു ഗ്രിഡ് ചേംബർ. ഇനി ഡെപ്ത് എന്ന് പറയുന്നത് 2.5 to 3.5 മീറ്റർ. ഈ രണ്ടും ഒന്ന് ഓർത്തിരിക്കാം. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്കിമ്മിങ് ടാങ്ക്. പ്രിലിമിനറി തന്നെ വരുന്നതാണ് സ്കിമ്മിങ് ടാങ്ക്. സ്കിമ്മിങ് ടാങ്ക് നമ്മൾ യൂസ് ചെയ്യണത് ഓയിലിനെ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി. സ്കിമ്മിങ് ടാങ്ക്സ് യൂസ് ചെയ്യേണ്ടത് ഫ്ലോട്ടിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഗ്രീസ്, ഓയിൽ, ഫാറ്റ്സ് അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതാണ് ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ചേംബർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സ്കിമ്മിങ് ടാങ്ക് 2-3 കമ്പാർട്ട്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് കമ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ബാഫിൾ വാൾസ് ആണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ അതിന്റെ ബോട്ടത്തിലായിട്ട്, ഈ ടാങ്കിന്റെ ബോട്ടത്തിലായിട്ട് ഒരു എയറേഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ എയറേഷൻ യൂണിറ്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എയറിനെ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഗ്രീസും ഓയിലും ഫാറ്റ്സ് ഒക്കെ ആ ഒരു കമ്പാർട്ട്മെന്റില് ഇങ്ങനെ ഒരു ഇതാന്ന് വെക്കുക നമ്മുടെ സ്കിമ്മിങ് ടാങ്ക്. ഇതിനെ ബാഫിൾ വാൾസ് ഉപയോഗിച്ച് ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുവാണ്. ഇതാണ് നമ്മുടെ എയറേഷൻ സപ്ലൈ ചെയ്യുന്ന ബോട്ടം പാർട്ട്. ഇവിടുന്ന് എയറിനെ സപ്ലൈ ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ലിക്വിഡ്, ഈ വേസ്റ്റിലുള്ള നമ്മുടെ എന്തൊക്കെയാ ഫാറ്റും ഓയിലും ഗ്രീസും ഒക്കെ ഈ ഒരു ചേംബറിൽ വന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഈ ചേംബറിനെ പറയുന്നതാണ്, ചേംബറിന് ഒരു പേരുണ്ടായിരുന്നു, സ്റ്റില്ലിംഗ് ചേംബർ. സ്റ്റില്ലിംഗ് ചേംബർ. എന്നിട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സ്കിമ്മിങ് ടാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഫിൾ വാൾസ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കുറെ കമ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ബാഫിൾ വാൾസ് യൂസ് ചെയ്ത് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ ഒരു എയറേഷൻ സപ്ലൈ യൂണിറ്റ് ഉണ്ടാവും. അവിടുന്ന് എയറിനെ സപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഈ ഒരു ചേംബറിലുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഗ്രീസും ഓയിലും ഒക്കെ ഈ ഒരു സ്റ്റില്ലിംഗ് ചേംബറിൽ വന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. എന്നിട്ട് അവിടുന്ന് ഈ ഓയിലിനും ഗ്രീസിനും ഒക്കെ റിമൂവ് ചെയ്യാണ് നമ്മുടെ സ്കിമ്മിങ് ടാങ്കിന്റെ കേസിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് കേട്ടോ. പിന്നെ ഇതിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടി ഈ എയർ സപ്ലൈ ചെയ്യുമ്പോൾ അതിനോട് ക്ലോറിനും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലോറിൻ സപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2 to 3 ടൈംസ് ഫാസ്റ്റർ ആയിട്ട് സ്റ്റില്ലിംഗ് ചേംബറിൽ ഓയിലും ഗ്രീസും ഒക്കെ ഫോം ചെയ്യും. അതാണ് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇതിന്റെ ഡീറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 3 to 5 മിനിറ്റ്സ് ആണ്. നമുക്ക് എത്രമാത്രം എയർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ 0.2 മീറ്റർ ക്യൂബ് പെർ മീറ്റർ ക്യൂബ് ഓഫ് സീവേജ്. 1 മീറ്റർ ക്യൂബ് സീവേജില് 0.2 മീറ്റർ ക്യൂബ് എമൗണ്ട് ഓഫ് എയർ വേണം. ഇനി ടാങ്കിന്റെ വോളിയം ഓഫ് ടാങ്ക് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ പഠിക്കില്ലെങ്കിൽ അറിയാം, 0.625 to 37.5 മീറ്റർ ക്യൂബ് പെർ മില്യൺ ക്യൂബിക് മീറ്റർ ഓഫ് സീവേജ്. പിന്നെ സർഫസ് ഏരിയ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 0.00622 Q/VR. നമ്മുടെ സിലബസിലുള്ളതെന്ന് പറഞ്ഞ കേട്ടോ. ഡിസൈൻ എല്ലാത്തിന്റെ ഡിസൈൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാതെ പറ്റില്ല, അതുകൊണ്ട് പറയണേ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അങ്ങനെ കണ്ടിട്ടില്ല, ഒരുപാടൊന്നും കണ്ടിട്ടില്ല. ഇതില് Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് സീവേജ് മീറ്റർ ക്യൂബ് പെർ ഡേയിലുള്ളത്. പിന്നെ VR എന്ന് പറയുന്നത് മിനിമം റൈസിംഗ് വെലോസിറ്റി ഓഫ് ഗ്രീസി മെറ്റീരിയൽ ടു ബി റിമൂവ്ഡ് ഇൻ മീറ്റർ പെർ മിനിറ്റ്. 1 മീറ്റർ പെർ മിനിറ്റിൽ റിമൂവ് ചെയ്യേണ്ട ഗ്രീസി മെറ്റീരിയലിന്റെ മിനിമം വെലോസിറ്റി ആണ് ഈ VR എന്ന് പറഞ്ഞ്
കൊടുത്തേക്കുന്നത്. സ്കിമ്മിംഗ് ടാങ്കിൽ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞത്, എന്താ ഫസ്റ്റ് ആയിട്ട് നടത്തുന്ന ട്രീറ്റ്മെന്റ് ആണ്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല, മിക്ക കേസിലും പ്രൊവൈഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു സ്ക്രീനിങ്. ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനൊക്കെ റിമൂവ് ചെയ്യുന്നു. 3 തരത്തിലുള്ള സ്ക്രീൻ ഉണ്ട്. അതിന്റെ പെർഫറേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് വന്നതാണ് ഗ്രിഡ് ചേംബർ. ഗ്രിഡിനെ റിമൂവ് ചെയ്യുന്നു. ഗ്രിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാൻഡും സിൽട്ടും ഗ്രാവലും അതുപോലത്തെ മെറ്റീരിയൽ ഒക്കെ, പിന്നെ ഗ്ലാസിന്റെ മെറ്റൽസിന്റെ ഒക്കെ ഫ്രാഗ്മെന്റ്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഗ്രിഡിനെ റിമൂവ് ചെയ്യുന്നു. അതിന്റെ ഡിസൈൻ എലമെന്റ്സ് കുറച്ച് പറഞ്ഞു. അത് നമ്മുടെ സെഡിമിനേഷൻ ടാങ്കുമായിട്ട് എന്താ സിമിലർ ആണ്. പിന്നെ പിന്നെ പറഞ്ഞതാണ് ഡെട്രിറ്റസ് ടാങ്ക്. അതും ഗ്രിഡ് റിമൂവൽ യൂണിറ്റ് തന്നെയാണ്. കുറച്ചും കൂടി ഫൈനർ ആയിട്ടുള്ള ഗ്രിഡിനെയാണ് അവിടെ റിമൂവ് ചെയ്യുന്നത്. അടുത്താണ് സ്കിമ്മിംഗ് ടാങ്ക്. സ്കിമ്മിംഗ് ടാങ്കിൽ ഈ ഒരു ഇത് ഓർത്തിരിക്കുക, എയർ സപ്ലൈ ചെയ്തിട്ട് ഫ്ലോട്ടിംഗ്. സ്കിമ്മിംഗ് ടാങ്കിൽ നമ്മൾ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഗ്രീസിനെ ഓയിലിനെ ഫാറ്റ്സിനെ റിമൂവ് ചെയ്യുന്നത് എയർ സപ്ലൈ ചെയ്തിട്ട് അത് സ്റ്റില്ലിംഗ് ചേംബറിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ സ്കിം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക. അടുത്താണ് പ്രൈമറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ ഒന്നുമില്ല, നമ്മുടെ സെഡിമെന്റേഷൻ തന്നെയാണ്. അത് 2 തരത്തിൽ തന്നെയുണ്ട്. പ്ലെയിൻ സെഡിമെന്റേഷൻ നടക്കും, സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. നമ്മുടെ ക്ലാരി ഫ്ലോക്കുലേഷൻ ഇല്ലേ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതുകൊണ്ട് പറയാട്ടോ, പ്രൈമറി ട്രീറ്റ്മെന്റില് സെഡിമെന്റേഷൻ നടക്കുന്നതെന്ന് ഓർത്തിരിക്കാം. സെഡിമെന്റേഷൻ, പിന്നെ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ. ഇതിൽ സെറ്റിൽ ആയില്ലെങ്കിൽ അതിൽ റിമൂവ് ചെയ്യും. അപ്പൊ ഇതിന്റെ അകത്ത് ലാർജർ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനാണ് റിമൂവ് ചെയ്യുന്നത്. ലാർജ് സസ്പെൻഡ് പാർട്ടിക്കിൾസിനെയാണ് റിമൂവ് ചെയ്യുന്നത്. പ്രിലിമിനറി ട്രീറ്റ്മെന്റ് നടന്നിട്ടില്ലെങ്കിൽ, ചില കേസ് ഞാൻ പറഞ്ഞു പ്രിലിമിനറി ട്രീറ്റ്മെന്റ് നടത്താറില്ല. അങ്ങനത്തെ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് നടന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഇവിടെ വരുന്ന വാട്ടറിൽ, വേസ്റ്റ് വാട്ടറിൽ ഓർഗാനിക്കും ഉണ്ടാവും ഇനോർഗാനിക് ആയിട്ടുള്ള മാറ്ററും ഉണ്ടാവും. ഇനി പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ഓൾറെഡി നടന്നതാണെങ്കിലോ, ഞാൻ പറഞ്ഞായിരുന്നു ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽ പ്രിലിമിനറിയിൽ റിമൂവ് ചെയ്യും. അപ്പൊ ഓർഗാനിക് മാറ്റർ മാത്രമാണ് ഇവിടെ റിമൂവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എഴുതണ്ടല്ലോ, പ്രിലിമിനറി ട്രീറ്റ്മെന്റ് നടന്നതാണെങ്കിൽ ഓർഗാനിക് മാത്രമേ റിമൂവ് ചെയ്യാനുള്ളൂ. ഈ പ്രിലിമിനറി ട്രീറ്റ്മെന്റ് നടക്കാതെ ഫസ്റ്റ് തന്നെ പ്രൈമറിലേക്കാണ് വന്നതെങ്കിൽ അവിടെ ഇനോർഗാനിക്കും ഉണ്ടാവും ഓർഗാനിക് മാറ്ററും ഉണ്ടാവും. ഇനി നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. നേച്ചർ ഓഫ് വർക്കിംഗ് അനുസരിച്ച് ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് കണ്ടിന്യൂസും ഉണ്ട്. അതിൽ ഫിൽ ആൻഡ് ഡ്രോയില് അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. 24 മണിക്കൂർ റീറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞു പഠിച്ചില്ലേ. ഡീറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി ഈ ഒരു കേസ് നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല, 6 to 12 hours ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ടോട്ടല് ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് 30 to 36 hours ആണ് ഈ ഒരു ഫിൽ ആൻഡ് ഡ്രോ സെഡിമെന്റേഷൻ ടാങ്കിൽ നടക്കുന്നത്. അത്രയും ഒരു പീരീഡ് ഓഫ് ടൈം ആണ് ഇവിടുത്തെ ടോട്ടൽ സെഡിമെന്റേഷൻ ടൈം എന്ന് പറയുന്നത് 30 to 36 hours ആണ്. അതാണ് എക്സ്ട്രാ പോയിന്റ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ രണ്ടാമത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ അനുസരിച്ചുള്ളത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് തന്നെ രണ്ടെണ്ണം പറഞ്ഞില്ലേ, ഹൊറിസോണ്ടലും ഉണ്ട് വെർട്ടിക്കലും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ. പിന്നെ ലൊക്കേഷൻ അനുസരിച്ച് ഉള്ളതാണ് പ്രിലിമിനറി സെറ്റിലിംഗ് ടാങ്ക്, പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്, സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക്. അത് നമുക്ക് ഇല്ലായിരുന്നു. അപ്പൊ ലൊക്കേഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ 3 ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, ഫസ്റ്റ് പ്രിലിമിനറി. ഈ പ്രിലിമിനറി നമ്മൾ കൊടുക്കുന്നത് ഗ്രിഡ് ചേംബറിലാണ് മെയിൻ ആയിട്ട്. ഗ്രിഡ് ചേംബറിലും നമ്മുടെ ഗ്രിഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെറിയ രീതിയിലൊക്കെ സെഡിമെന്റേഷനും അല്ലെ സെറ്റിലിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ പ്രിലിമിനറി സെറ്റിലിംഗ് ടാങ്ക് ഗ്രിഡ് ചേംബറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക. പ്രൈമറി ആണെങ്കിൽ സ്ക്രീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഗ്രിഡ് ചേംബറിലും പ്രൊവൈഡ് ചെയ്യും. സ്ക്രീനിങ് ആൻഡ് ഗ്രിഡ് ചേംബർ, ഈ 2 കേസിലും നമ്മുടെ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് യൂസ് ചെയ്യും. മൂന്നാമത്തെയാണ് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക്. ഇത് നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ സെഡിമെന്റേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ട്രിക്കിളിംഗ് ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ അടുത്ത ഒരു മെത്തേഡ് പറയും സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ. അപ്പൊ ആ ഒരു കേസിൽ സെഡിമെന്റേഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക്.
അപ്പൊ ആഫ്റ്റർ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ വരുന്ന കേട്ടോ ഈ ട്രിക്ലിംഗ് ഫിൽറ്റർ ഒക്കെ. അപ്പൊ ആ സെക്കൻഡറി ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ ടാങ്ക്. അപ്പൊ നമ്മൾ ഇവിടെ സെഡിമെന്റേഷന് വേണ്ടി മാത്രമല്ല സെറ്റിലിംഗ് ടാങ്ക് യൂസ് ചെയ്യാറ്. അപ്പൊ ആദ്യം ഗ്രിഡ് ചേമ്പറിൽ യൂസ് ചെയ്യേണ്ടതാണ് പ്രിലിമിനറി സെറ്റിലിംഗ് ടാങ്ക്. പ്രൈമറി സെല്ലിംഗ് ടാങ്ക് ഗ്രിഡ് ചേമ്പറിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്ക്രീനിങ്ങിന്റെ പ്രോസസ്സിൽ എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്യിക്കാനുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യും. പിന്നെ സെക്കൻഡറി സെറ്റിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ സെറ്റിൽ ചെയ്യിക്കാൻ വേണ്ടിയാണ് സെക്കൻഡറി സെല്ലിംഗ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേസ്ഡ് ഓൺ ഷേപ്പ് റെക്ടാങ്കുലർ ഉണ്ട്, സർക്കുലർ ഉണ്ട്, ഹോപ്പർ ബോട്ട് ഉണ്ട്. അവിടെ പറഞ്ഞു തന്നെ. ഇതിന്റെ ഡിസൈൻ നിങ്ങൾ ആദ്യത്തെ തന്നെ പഠിക്കാം കേട്ടോ. ഡിസൈൻ ഓവർഫ്ലോ റേറ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓവർഫ്ലോ റേറ്റ് അല്ലെങ്കിൽ സർഫസ് ലോഡിംഗ് എന്ന് പറയുന്നത് ഓവർഫ്ലോ റേറ്റിംഗിന്റെ കേസിൽ നമ്മൾ ആവറേജ് ആയിട്ടുള്ള ഒരു ടൈമിലുള്ള ഓവർഫ്ലോ റേറ്റ് എടുക്കും, അതുപോലെ പീക്ക് ടൈമിലുള്ളത് എടുക്കും. അത് സാധാരണ ആവറേജ് ഫ്ലോ കണ്ടീഷനിലുള്ളത് ആവറേജ് ഫ്ലോ കണ്ടീഷൻ ആണെങ്കിൽ 100 to 150 കിലോഗ്രാം പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. ഈ ഒരു ടേംസിലാണ് പറയുന്നത്. ഇനി അതൊരു പീക്ക് കണ്ടീഷനിലാണെങ്കിൽ അവിടുത്തെ ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 250 കിലോഗ്രാം പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ ആണ് അവിടുത്തെ ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അവിടുത്തെ കേസിൽ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലായിരുന്നു. ഈ ഒരു കേസിൽ ഓവർഫ്ലോ റേറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പീക്ക് ഫ്ലോ ഉള്ള കേസിലുള്ള ഓവർഫ്ലോ റേറ്റ് എടുക്കും, ആവറേജ് ആയിട്ടുള്ള കേസിലും എടുക്കും. എന്നിട്ട് ആവറേജ് ആയിട്ടുള്ളത് ഈ ഒരു ലിമിറ്റും പീക്ക് ആയിട്ടുള്ള 250 kg പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ, അതാണ് അതിന്റെ ഒരു ലിമിറ്റ്. പിന്നെ ഡീറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തേക്കുന്നത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രൈമറി സെല്ലിന്റെ 2 to 2.5 hours ആണ്, സെക്കൻഡറിക്ക് 1.5 to 2 hours ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അത് പഠിക്കുക. ഡെപ്ത് എന്ന് പറയുന്നത് 2.4 to 3.6. ഡെപ്ത് സാധാരണ ലെസ് ദാൻ 4 മീറ്റർ ആയിട്ടാണ് എടുക്കാറ്. പിന്നെ പെർസെന്റേജ് റിമൂവൽ ഓഫ് സോളിഡ്സ്, സോളിഡ്സിന്റെ പെർസെന്റേജ് റിമൂവൽ എന്ന് പറയുന്നത് 60% ആണ് റിമൂവ് ചെയ്യേണ്ടത് സോളിഡ്സ്. പിന്നെ ഒരു 35% BOD ഈ ഒരു കേസിൽ റിമൂവ് ചെയ്യുന്നത്. ഇനി L/B റേഷ്യോ എന്ന് പറയുന്നത് 2 to 3. ഇതൊന്ന് കൂടുതൽ പറയാനില്ലാത്ത പറയാത്ത കേട്ടോ. ഇത്രയാണ് നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈനിന്റെ ഇതിൽ വരുന്നത്. പിന്നെ കെമിക്കൽ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലൻസ്. നമുക്ക് സെറ്റിൽ ചെയ്യാൻ പാടുള്ളതിന് എന്തെങ്കിലും ഒരു കൊയാഗുലൻസ് ആഡ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്യുന്നു. അതിൽ യൂസ് ചെയ്യുന്ന കൊയാഗുലൻസ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ പോലെ തന്നെ ആലം യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആലം കൊയാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്ത ഫോം ചെയ്യുന്ന സ്ലഡ്ജ് എന്ന് പറയുന്നത് ബൾക്കി ആയിരിക്കും, കുറച്ചും കൂടി ലാർജർ വോളിയുള്ള സ്ലഡ്ജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ലാർജർ വോളിയുള്ളത് ആലം കൊയാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോം ചെയ്യുന്ന സ്ലഡ്ജ് എന്ന് പറയുന്നത് ബൾക്കി ആയിരിക്കും, അതുപോലെ തന്നെ ലാർജ് വോളി ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കൊയാഗുലന്റ് എന്ന് പറയുന്നത് അയൺ സോൾസ് ആണ്. അയണിന്റെ സോൾസ് അത് തന്നെ ഫെറിക്കും ഉണ്ട്, ഫെറിക് സൾഫേറ്റും ഉണ്ട്, ഫെറസ് സൾഫേറ്റും ഉണ്ട്. ഫെറിക് സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറസ് സൾഫേറ്റിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ് ഫെറിക്. ഈ രണ്ടും എടുക്കുവാണെങ്കിൽ ഫെറിക് ആണ് ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈഡർ pH എഫിഷ്യന്റ് ഇൻ വൈഡർ pH കേട്ടോ. സാധാരണ 8 to 8.5 ആ ഒരു pH എഫിഷ്യന്റ് ആയിട്ടുള്ളത് നമ്മുടെ ഫെറിക് സൾഫേറ്റ് ആണ്. ഇനി ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് കൂടുതൽ ആൽക്കലൈൻ ആയിട്ടുള്ളതാണെങ്കിൽ, ആൽക്കലൈൻ ട്രേഡ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൊയാഗുലന്റ് ഫെറസ് സൾഫേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ലാർജ് ഡോസിൽ നമുക്ക് കൊയാഗുലന്റ് യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഈ ഒരു കൊയാഗുലന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഫെറസ് സൾഫേറ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു pH ഗ്രേറ്റർ ദാൻ 10 ഈ ഒരു റേഞ്ച് വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഫെറസ് സൾഫേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഫെറസ് സൾഫേറ്റിന്റെ കൂടെ ഫെറസ് സൾഫേറ്റും ക്ലോറിനും കൂടി മിക്സ് ചെയ്ത് ക്ലോറിനേറ്റഡ് കോപ്രാസ് അങ്ങനെ പറഞ്ഞൊരു കൊയാഗുലന്റും
യൂസ് ചെയ്യാറുണ്ട്. ക്ലോറിനേറ്റഡ് കോപ്രാസ്. അയൺ സോൾട്ടിന്റെ കേസിലുള്ളത്. അപ്പൊ മനസ്സിലായോ? കൊയാഗുലന്റ് ആലം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബൾക്കി ആയിട്ടുള്ളതും ലാർജർ ആയിട്ട് വോളിയം ഉള്ള സ്ലഡ്ജ് ഫോം ചെയ്യും. അയൺ സോൾട്ട് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്, ഫെറിക് സൾഫേറ്റും ഫെറസ് സൾഫേറ്റും. ഫെറിക് സൾഫേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഡ് pH അത് എഫിഷ്യന്റ് ആയിരിക്കും. അതിന്റെ റേഞ്ച് 8 to 8.5 ആണ് പറയുന്നത്. ഈ ഫെറസിനേക്കാളും ബെറ്റർ ആയിരിക്കും. ആൽക്കലൈൻ വേസ്റ്റ്, ആൽക്കലൈൻ ആണ് കൂടുതൽ വേസ്റ്റിന്റെ ആ ഒരു നേച്ചർ എങ്കിൽ ആൽക്കലൈൻ എന്ന് വെച്ചാൽ ആൽക്കലൈൻറ്റ് കൂടുതൽ pH ഗ്രേറ്റർ ദാൻ 10 ആ ഒരു വാല്യൂ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഫെറസൾഫേറ്റ് അഡോപ്റ്റ് ചെയ്യണത്. പിന്നെ ഫെറസൾഫേറ്റും ക്ലോറിനേഡ് കമ്പയർ ചെയ്ത് ക്ലോറിനേറ്റഡ് കോപ്രാസ് എന്ന് പറഞ്ഞ ഒരു കൊയാഗുലന്റും യൂസ് ചെയ്യാറുണ്ട്. ഇനി പിന്നെ നമ്മൾ യൂസ് ചെയ്യാറ് ലൈമും സോഡിയവും കാർബണേറ്റും. ലൈം ആൻഡ് സോഡിയം കാർബണേറ്റ്. എന്തെങ്കിലും വിട്ടുപോയവരുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് വന്നോടും കേൾക്കട്ടോ. ലൈം ആൻഡ് സോഡിയം കാർബണേറ്റ്. ലൈം ആൻഡ് സോഡിയം കാർബണേറ്റ് ഹൈലി അസിഡിക് സീവേജിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ഹൈലി അസിഡിക് സീവേജിന്റെ കേസിൽ യൂസ് ചെയ്യുന്നതാണ് ലൈമും സോഡിയം കാർബണേറ്റും. ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആൽക്കലി അല്ലേ, അപ്പോൾ ഹൈലി അസിഡിക് ആയിട്ടുള്ള സീവേജ് ന്യൂട്രലൈസ് ചെയ്യാനുള്ള അതുപോലത്തെ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൈം ആൻഡ് സോഡിയം കാർബണേറ്റ്. ഇനി നമ്മള് വേറെ കുറച്ച് കൊയാഗുലൻസും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓക്സിഡൻസ്, അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. കുറച്ച് കോൺസെൻട്രേഷനിൽ കുറച്ച് കൊയാഗുലൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഓക്സിഡൻസ്, വെയിറ്റിംഗ് ഏജൻസ്, ആക്ടിവേറ്റഡ് സിലിക്ക, പോളി ഇലക്ട്രോലൈറ്റ്സ്, അതൊക്കെ കൊയാഗുലന്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഓർത്തിരിക്കുക കേട്ടോ. സെഡിമെന്റേഷനിൽ ഞാൻ ഒരുപാട് പറയാതെ നമ്മൾ അവിടെ പഠിച്ചുകൊണ്ട് തന്നെയാണ്. സെഡിമെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻഡ് ആയിട്ട് നമ്മുടെ മെറ്റീരിയൽസിനെ എന്താ സെറ്റിൽ ചെയ്യിക്കുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയ മെറ്റീരിയൽസിനെ സെറ്റിൽ ചെയ്യിക്കുന്നതാണ് സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്ലെയിനും ഉണ്ട്, അല്ലെങ്കിൽ കൊയാഗുലൻസ് ആഡ് ചെയ്തിട്ട് കെമിക്കൽ ക്ലാരിഫിക്കേഷൻ അതും ചെയ്യാറുണ്ട്. അതിൽ ഡിസൈൻ എലമെന്റ്സ് നിങ്ങൾ നോക്കുക. പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ കൊയാഗുലൻസ് ആണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അവിടെ പറഞ്ഞത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, അവിടെയും ഈ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ അതിന്റെ നേച്ചർ വ്യത്യാസമുണ്ട് അല്ലെ, പർപ്പസ് വ്യത്യാസമുണ്ട് ഈ ഒരു കേസിൽ ഈ ഓരോ കൊയാഗുലന്റ് യൂസ് ചെയ്യണേ. അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ് നമുക്ക് ബാക്കിയുള്ള സെക്കൻഡറി ട്രീറ്റ്മെന്റും ടെർഷ്യറി ട്രീറ്റ്മെന്റും എടുക്കണം. പിന്നെ എയർ പൊല്യൂഷന്റെ കുറച്ച് പോർഷൻ ഉണ്ട്, 2-3 പോർഷൻ ഉണ്ട്, അതും തീർക്കാം. അതിന്റെ കൂടെ ബിഒഡിയുടെയും ബിഒഡിയുടെ പ്രോബ്ലം പറയാം കേട്ടോ. സമയം വൈകിയില്ലേ, വൈൻഡപ്പ് ചെയ്യാം. Thank you.